ഇതാണെങ്കിൽ നമുക്ക് 34 to 40 സൈസിലാണ് വരുന്നത്. കുട്ടികൾക്ക് 1 മിനിറ്റ് സാരി ഇങ്ങനെയായിരിക്കും ലുക്ക് വരാം. അപ്പോൾ ഇട്ട് വരുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. ഇതൊരു കോട്ട് മോഡലാണ് വരുന്നത്. വെറും ഷർട്ടല്ല, ഹാഫ് ആൻഡ് ഹാഫ്, അതുപോലെ തന്നെ അതിലേക്ക് പറ്റിയ മുണ്ട് എല്ലാം കെട്ടുടുപ്പ് മോഡലാണ് വരുന്നത്, തട്ടായിട്ട്. 365 ഡേയ്സ് ഇവർക്ക് പ്രൊഡക്ഷനും നടക്കുന്നുണ്ട്, 365 ഡേയ്സ് ഇവർക്ക് സെയിൽസും നടക്കുന്നുണ്ട്. ഒരു ട്രഡീഷണൽ ട്രെൻഡ്, ഇത് ട്രെൻഡും മോഡേണും ട്രഡീഷണലും എല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ട് വരുന്നത്. ചെറിയ കുട്ടികളിൽ എന്തോരം മോഡൽസ് ആണ് ഇറക്കിക്കണത്. പാലുകാച്ചല്, ചോറൂണ്, അങ്ങനെ എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും, വിഷു, ഓണം, ഉത്സവം, സീസൺ, കണ്ട ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ആക്ച്വൽ ലുക്ക് ഇതാണ് കേട്ടോ വരുന്നത്. ഇത് ഫ്രണ്ട് ഇതൊരു സ്റ്റൈലാണ്, അതുപോലെ തന്നെ ബാക്ക് നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും വരാട്ടോ. അപ്പോൾ ട്രെൻഡിനോടൊപ്പം ട്രഡീഷണൽ, അതാണ് പ്രിൻസ് പട്ട് പാവാട. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഇവരില്ലാണ്ട് എങ്ങനെ വിഷു, ഓണം, അതുപോലെ നമ്മുടെ വീടിന്റെ പാല് കാച്ചിലായാലും നമ്മുടെ കുട്ടികളുടെ ചോറൂണിലായാലും ഒക്കെ എങ്ങനെ നമ്മൾ ആഘോഷിക്കാം, അതും തനി മലയാളി ലുക്കിൽ. അപ്പോൾ ഇവരില്ലാണ്ട് എങ്ങനെ ആഘോഷിക്കാൻ പറ്റും? ഇവർ വേണം. ഓണമായാലും വിഷു ആയാലും എന്ത് ഫെസ്റ്റിവൽ ആയാലും. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ പറയാം, എന്നിട്ട് പറയാം നമ്മൾ എവിടേക്കാണ് എന്താണ് കാണിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം. ഈ കാണുന്നത് മൊത്തം മാർക്കറ്റ് റോഡാണ് കേട്ടോ. ഈ മാർക്കറ്റ് റോഡിൽ അവിടെ ഒരു ക്ലോത്ത് ബസാർ ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷൻ എന്ന് വെച്ചാൽ മേനക ബസ് സ്റ്റോപ്പ് ത്രൂ ക്ലോത്ത് ബസാർ ജംഗ്ഷനിലേക്ക് കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മാർക്കറ്റ് റോഡിലേക്ക് എത്തണം. ഇവിടെ മോഡേൺ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഇതിൻ്റെ തൊട്ട് അടുത്തായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പ്രിൻസ് പട്ട് പാവാട. യെസ്, ഫുൾ ട്രഡീഷണൽ ഐറ്റംസ് ആണ് ഇവർക്ക് മെയിൻ ആയിട്ടുള്ളത്. കുട്ടികളുടെ മാത്രമല്ല, വലിയവർക്കുള്ള നല്ല നല്ല കളക്ഷൻസ് ആണ്. അതും ഇപ്പോഴത്തെ ട്രഡീഷണൽ മാത്രമല്ല, ട്രെൻഡിനോടൊപ്പം ട്രഡീഷണൽ എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ കൊല്ലം ഓണം വിഷു ഒക്കെ ഉണ്ടാവാറുണ്ട്. ഓരോ ഡിസൈൻസ്, ഓരോ മോഡൽസ് മടുത്തില്ലേ, ബോറായില്ലേ? പക്ഷെ പുതിയ വെറൈറ്റി ട്രെൻഡി ഐറ്റംസ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. അപ്പോൾ എന്താണ് വെറൈറ്റി, എന്താണ് ട്രെൻഡ് എന്ന് നമുക്ക് കയറി നോക്കാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകട്ടെ. അപ്പോൾ ഇവിടെ നിന്നാണ് പോകേണ്ടത്, ഫസ്റ്റ് ഫ്ലോർ കയറാൻ. നമുക്ക് ഇവിടെ കാണുമ്പോൾ ആക്ച്വലി ഫുൾ ആ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലാണ് ഇവിടുത്തെ ആൾക്കാരൊന്നും കാണാൻ. അതെ, ആ കണ്ണാടക്കോടെ നോക്കി അവിടെ ആൾക്കാർ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അവിടെ പോയി നോക്കാം നമുക്ക്. ആരും അറിഞ്ഞിട്ടില്ല ഒന്നും. ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. എന്താ ചെയ്യണം? ഭയങ്കര തകർപ്പ പണിയിലാണല്ലോ. ഞാൻ ഈ മൈക്കൊന്ന് വെക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പം കസ്റ്റമർ ഓർഡർ തന്നിട്ടുണ്ട്, നമ്മള് ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടി പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ. ആക്ച്വലി നമ്മൾ ആരാണെന്ന് പരിചയപ്പെട്ടില്ല, പക്ഷെ ഇവരൊക്കെ നമുക്ക് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലൊക്കെ അറിയാം. ഒരു ഹായ് ഒക്കെ പറ. ഇത് നമ്മുടെ മുതലാളി, ശരിക്കും മുതലാളി. എന്താ പേര്? അപർണ. ഹായ്. ഓക്കെ, പാക്കിങ് അവര് ചെയ്തോളില്ലേ? കുറച്ചു നേരം നമുക്കൊന്ന് സംസാരിക്കാലോ. ഇത് എന്തൊന്നാ കുട്ടിയുടെ കയ്യിൽ, ആരെങ്കിലും കയ്യിലൊന്ന് ഹാൻഡ് ഓവർ ചെയ്യും, ചെക്ക് ചെയ്തോളാം. ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു ഷോപ്പിൽ എന്ന് പറയുമ്പോൾ പ്രിൻസ് പട്ട് പാവാട. യെസ്, ട്രഡീഷണൽ ഐറ്റംസ് ആണ് കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് ഷോപ്പിൻ്റെ ഫുള്ളൊന്ന് ലുക്കൊന്ന് സർക്കിൾ ഇട്ട് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. കുറേയൊക്കെ ബോക്സിലിരിക്കുന്നുണ്ട്, കുറച്ചൊക്കെ ബോക്സിലല്ലാത്തതും ഇരിക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ വെറൈറ്റി ഉണ്ട്, എന്താണ് ഈ പ്രാവശ്യത്തെ പുതിയ. നമുക്കിപ്പോൾ എല്ലാം സീസണിൽ സെയിലുണ്ട്, പക്ഷെ സീസൺ അല്ലാത്ത സമയത്തും സെയിലുണ്ട്. കച്ചവടമുള്ള ഒരു കടയാണ് നമ്മുടെ ഈ ഒരു കട, അല്ലേ? അതെ. 365 ഡേയ്സ്. അപ്പം നിങ്ങൾ വിചാരിക്കുക ഈ ഓണത്തിന് വിഷുവിന് മാത്രമല്ല ഈ ഒരു സംഭവം ഇടുള്ളൂ, അല്ലാത്തപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇടാം? നമുക്കിപ്പം കല്യാണത്തിനിടയിലും ഇടാം, പാല് കാച്ചല്, ചോറൂണ്, അങ്ങനെ എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും, വിഷു, ഓണം, ഉത്സവം, സീസൺ, എപ്പോഴും നമുക്ക് ഇങ്ങനെ ഐറ്റം അതാണ്. ഇതിപ്പോൾ എന്താ പറയുക, തിരുവാതിര കളി, അല്ലെങ്കിൽ ഈ അങ്ങനത്തെ ചെറിയ ചെറിയ ഫംഗ്ഷനുകൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ പറയേ വേണ്ടല്ലോ, നിൽക്കാനേ വരണ്ടാവില്ല, അത്രയും തിരക്കായിരിക്കും. ഓക്കെ, നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? കുറച്ച് പുതിയ കളക്ഷൻസ്, പുതിയ വെറൈറ്റീസ് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം. കുട്ടി, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂടെ പേടിച്ചോളൂ. ബാ, നമുക്ക് എവിടെ നിന്നാണ് തുടങ്ങണ്ടേ? നമുക്ക് ഇവിടെ പെൺകുട്ടികളുടെ സ്റ്റൈലിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? പെൺകുട്ടികളുടെ എന്ന് പറയുമ്പോൾ നമുക്ക് നോർമൽ അറിയാം, ഒരു ടോപ്പും ക്രോപ്പ് ടോപ്പും അതുപോലെ തന്നെ സ്കേർട്ടാണ് മെയിനായിട്ട് ട്രഡീഷണൽ വെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിൽ തന്നെ കുറച്ച് ട്രെൻഡിനോടൊപ്പം ട്രഡീഷണൽ. അതല്ലേ സത്യം? എപ്പോഴും നമ്മൾ പുതുമ കൊണ്ടുവരാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ടോപ്പ് വെറും ടോപ്പല്ല, ക്രോപ്പ് ടോപ്പ്. ഇതിൻ്റെ പള്ളി ഒന്ന് ശരിക്കും പിടിച്ച് കാണിച്ചു കൊടുത്താൽ നല്ല കറക്റ്റായിട്ട് ആ മുകളിലേക്ക് പൊന്തിച്ച് പിടിച്ച്. ഇതാ ആക്ച്വൽ ലുക്ക് ഇതാണ് കേട്ടോ വരുന്നത്. ഇത് ഫ്രണ്ട് ഇതൊരു സ്റ്റൈലാണ്, അതുപോലെ തന്നെ ബാക്ക് നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും വരാട്ടോ. ഇതിപ്പോൾ വെൽവെറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വെൽവെറ്റ് അല്ലാത്തത് ഇവിടെ ട്രഡീഷണൽ വെയറിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കാം. ഇപ്പോൾ ഇത് ക്രോപ്പ് ടോപ്പ്. ഇതിപ്പോൾ എൻ്റെ സൈസാന്ന് തോന്നുന്നു. ഇതേത്? 34-40. അപ്പോൾ കറക്റ്റ് സൈസ് നോക്കിയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇതാ
ഇങ്ങനെയായിരിക്കും ലുക്ക് വരുന്നത് അല്ലേ? ഇത് ഫ്രണ്ടിൽ നിന്നാണ് ബാക്കിലോട്ട് ഇതിന്റെ ഈ കെട്ടണത് വരുന്നത്. അപ്പൊ ശരിക്കും ഇവിടെ ഒരു ചെറിയ ഓട്ട പോലെയൊക്കെ സംഭവം കാണും. ഒരു ട്രഡീഷണൽ ട്രെൻഡ് അതാണ് സംഭവം. ഇതിലിപ്പോ ഇങ്ങനെ കളേഴ്സ് ഒക്കെ ഉണ്ടാവും. നമുക്ക് എങ്ങനെയാണ് ഇതിലിപ്പോ നമുക്ക് കളേഴ്സ് മിക്സ് വന്നിട്ടുണ്ട്. ഈ മോഡലാണ് റെഡും ഗ്രീനും ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്ന് കുറച്ച് കാണിച്ച് പോവാട്ടോ. അപ്പൊ ഈ ഒരു കളറ്, ഈ ഒരു ട്രഡീഷണൽ, ഇത് കൂടാണ്ട് ഇത് വേറൊരു മെറ്റീരിയലിൽ വരുന്നത്, ഇതും സെയിം ആ ഒരു ടോപ്പ് മോഡൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ മോഡലിന് കുറച്ച് മാറ്റമുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡ് ഇങ്ങനെ കട്ടൊക്കെ വന്നിട്ടുള്ള ഒരു മോഡൽ. ഈ അടുത്ത് വന്നാലാട്ടോ ഈ ഒരു കട്ടും കാര്യങ്ങളും കറക്റ്റായിട്ട് കണ്ടോ, ആ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വർക്ക്. പിന്നെ ഈ കെട്ട് ഇങ്ങനെ വരും. ഇത് ക്രോപ്പ് ടോപ്പാണ് ശരിക്കും. ലെങ്ത് ഉള്ളതും വരുന്നുണ്ട് അല്ലേ? ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് ക്രോപ്പ് ടോപ്പിലാണ് ചെറുത്. പിന്നെ ഇവര് സ്വന്തമായിട്ടുള്ള മാനുഫാക്ചറിങ് കൂടിയാണ്. ഇപ്പൊ പ്രിൻസ് ഇത് ചെറിയതാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇത് നമുക്ക് 34 സൈസിലാണ് നമ്മൾ 34 സൈസിൽ. അപ്പൊ ലാസ്റ്റ് സൈസ് നമുക്ക് 40 സൈസ് വരെ ഉണ്ട്. ഞങ്ങളുടെ വലിപ്പമുള്ള സൈസ് വരെ ഇവിടെ കിട്ടും. ഇനിയിപ്പോ പ്രത്യേകിച്ച് പറയുകയാണ്, ഇത് ഹോൾസെയിലാണ്. ഹോൾസെയിലിൽ മാത്രമാണ് ഡീൽ ചെയ്യുന്നുള്ളൂ. ബണ്ടലായിട്ട് തന്നെ എടുക്കണം അല്ലെ? സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം. ഇതാണെങ്കിൽ നമുക്ക് 34 to 40 സൈസിലാണ് വരുന്നത്. 36, 38. ഒരു ജനിച്ച കുട്ടികൾക്ക് തൊട്ട് 40 സൈസ് വരെ ഇവിടെ അവൈലബിൾ ആണ്. ഇനി സൈസസ് അല്ല പറയണ, കളക്ഷൻസ് ആണ് ഞങ്ങൾ കാണിക്കുന്നത്. ഇത് നല്ല സോഫ്റ്റ് കോട്ടണില് വൈറ്റില് വിത്ത് ത്രെഡ് വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു കളക്ഷൻ. ഫുൾ ത്രെഡ് വർക്ക് കേട്ടോ. അത് സ്കേർട്ട് ആയാലും ഉള്ളിൽ മൽമൽ കോട്ടൺ അല്ലേ? നല്ല സോഫ്റ്റ് കോട്ടൺ. ഇനി ഇതൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ ഒരു ട്രഡീഷണൽ പറഞ്ഞോ. ട്രഡീഷണൽ ആണ് വേണ്ടെങ്കിൽ അതിനുള്ളതുകൊണ്ട് ഇത് കോട്ടൺ ആണ് പ്രീമിയം. പാക്കിംഗ് തകർപ്പൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആ സ്റ്റിക്കർ ഒട്ടിക്കലും. ഇത് ശരിക്കും എവിടേക്കൊക്കെ നിങ്ങൾ ഇവിടെ പോണത്? നമുക്കിപ്പം ഇത് കേരളത്തിലോട്ട് തന്നെ ഉള്ളതാണ്. ഓൾ ഇന്ത്യ ഉണ്ട്. അബ്രോഡ് കസ്റ്റമേഴ്സ് നമ്മുടെ എടുക്കാറുണ്ട്. വാട്സപ്പ് ത്രൂ ഓർഡേഴ്സ് വരാറുണ്ട്. അങ്ങനെയെല്ലാം നമ്മൾ ഓർഡേഴ്സ് എടുക്കും. അങ്ങനെ അപ്പൊ ഇത് കേരളത്തില് ഇന്ത്യയിലും മാത്രം ഒതുങ്ങുന്ന ഒരു പ്രിൻസ് പട്ടുപാവടയല്ല, മൊത്തം വേൾഡ് വ്യാപിച്ച് കിടക്കാണ്. പ്രിൻസ് പട്ടുപാവട നമ്മൾ ഒരുപാട് ആൾക്കാരല്ലോ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാ കേരള ട്രഡീഷണൽ വെയർ ആയിട്ടുള്ള പ്യോർ കോട്ടണിൽ വരുന്ന ത്രെഡ് വർക്കോട് കൂടിയിട്ടുള്ള ഇതിന്റെ പാവട നോക്കുകയാണെങ്കിൽ ഇതാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ പിന്നെ പ്ലീറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമുക്ക് കുറച്ചുകൂടെ പ്ലീറ്റ്സ് കുറവായിരുന്നു. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ പ്ലീറ്റ്സ് കൂടി. അതാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത്. അടുത്ത മാറ്റം നേരത്തെ കാണിച്ച ആ ക്രോപ്പ് ടോപ്പിൽ ഇങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സംഭവമാണ് നമ്മുടെ കേരള ട്രഡീഷൻ. മസ്റ്റ് ആയിട്ട് അല്ലേ? ഇതും അങ്ങനെ ഒരു സംഭവം തന്നെയല്ലേ? വള്ളികെട്ടില് ഇതൊക്കെ അപ്പൊ കറക്റ്റ് ഇങ്ങനെ സൈസിലും കറക്റ്റ് ഇതിൽ കിടക്കും അല്ലേ? കറക്റ്റ് ആയിട്ട് കിടക്കും അല്ലേ? നമ്മളൊക്കെ ഇത് ഇടാറുണ്ടോ? ഇപ്പൊ ഇട്ടിരിക്കുന്ന മോഡേൺ ഡ്രസ്സാണ്. ഞങ്ങൾ രണ്ടാളും ഇട്ടിരിക്കുന്ന മോഡേൺ ആണ്. വിഷു ആവട്ടെ ഓണാവട്ടെ നമുക്ക് തകർക്കണം. വിഷു ഓണം മാത്രമല്ല, ഇപ്പൊ കല്യാണത്തിനാണെങ്കിലും നമുക്ക് ഇതൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ആ മോഡലിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു ഷോളൂടെ അറ്റാച്ച് ചെയ്യണം, ധാവണിയായിട്ട് യൂസ് ചെയ്യാം. ധാവണി ഉണ്ട് ഇവിടെ ധാവണിയില്ല, നമ്മൾ ക്രോപ്പ് ടോപ്പ് ആൻഡ് സ്കേർട്ടാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. പിന്നെ മെറ്റീരിയലിന്റെ കാര്യം എന്ന് പറയുന്നത് ഇന്നേ വരെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുവരെ ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടില്ല. എനിക്ക് മാത്രമല്ല, ആർക്കും ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടില്ല. പ്രിൻസ് പട്ടുപാവട എന്ന് പറഞ്ഞ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സംഭവം അല്ലേ? നമ്മളെപ്പോഴും പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്. നിങ്ങൾക്ക് പ്രൊഡക്ഷൻ എവിടെയാണ്? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ നമ്മൾ കണ്ടിരുന്നു ഇവിടെ എറണാകുളത്ത് എന്തായാലും പ്രൊഡക്ഷൻ ഉണ്ടത്. പിന്നെ ഈ റോഡിലൊക്കെ ഞാൻ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഞാൻ അവിടേക്കും കയറിയിട്ടുണ്ട്. അത് വീഡിയോ ആയിട്ട് ചെയ്തില്ല എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എറണാകുളം ഉണ്ട്. ഇവിടെയാണ് മെയിൻ ആയിട്ട് പ്രൊഡക്ഷൻ നടക്കുക. പിന്നെ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ സീസൺ ടൈമിൽ മാത്രം നടക്കുന്ന പ്രൊഡക്ഷൻ അല്ല, എപ്പോഴും ഉണ്ടാവില്ല. എപ്പോഴും ഉണ്ട്. കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ, കണ്ടിന്യൂസ് 365 days കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു മലയാളി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഈ ഒരു ട്രഡീഷണൽ വെയർ നമ്മൾ ജീവിതത്തിൽ മറക്കില്ല. ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കണം, സെറ്റ് സാരി, സെറ്റ് മുണ്ട്, ധാവണി, പട്ടുപാവാട, കുട്ടികൾക്കുള്ള കുട്ടികളുടെ ഒക്കെ നല്ല നല്ല കളക്ഷൻസ്. അതെ ഇതൊക്കെ നോക്കിയേ, കുട്ടികളുടെ കളക്ഷൻസ്. ഇതിലേക്കൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം, സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാലാണ് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇത് ഒരു ത്രെഡ് വർക്കിൽ വരുന്നത്. ഇത് വരുമ്പോൾ പ്രിൻസസ് കട്ടാണ് വരുന്നത്. അപ്പോൾ പ്രിൻസസ് കട്ടും ചെയ്യുന്നുണ്ട് നോർമലായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ പോർഷൻ നോക്കുമ്പോൾ പഫായിട്ട് വരുന്നത്. ഇതൊക്കെ ബ്ലൗസ് പാറ്റേണിൽ എടുത്തിരിക്കണത് അല്ലേ? ഈ ഒരു അങ്ങനെ സ്ലീവ്ലെസ് ഉള്ളതുണ്ട്, വേറെ പാറ്റേൺ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. എല്ലാം ഇതൊക്കെ അതിൻ്റെ കളർഫുൾ ആയിട്ടുള്ള അല്ലേ? കളറായിട്ട് വേണമെങ്കിൽ അങ്ങനെ, ക്രീം വേണമെങ്കിൽ അങ്ങനെ, എല്ലാം ഉണ്ട്. ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ടെന്ന് അല്ലേ? അപ്പൊ അതിന്റെ കുറെ കളക്ഷൻസ്. ഇത് സ്ലീവ്ലെസ് ആണ്. സ്ലീവ് നമ്മൾ അകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇതൊന്നും മുള്ളിൽ പിടിച്ചേ.
പിന്നെ ഇതിന്റെ സ്ലീവ് വേണമെങ്കിൽ ഉള്ളിൽ ഉണ്ടെന്ന് പറയണു. അതിപ്പോ നമ്മൾ മേടിച്ച് കൊണ്ടുപോകണ ഒരു ആരാണെന്ന് അത് അറ്റാച്ച് ചെയ്താൽ മതി. ഇപ്പൊ സ്ലീവ്ലെസ് ആണ് ട്രെൻഡ്. അപ്പൊ ട്രെൻഡിനോടൊപ്പം ട്രഡീഷണൽ, അതാണ് പ്രിൻസ് പട്ട് പാവാട. ഇതാ ഇത് നോക്കിയേ, ഇതും ആ ഒരു പ്രിൻസസ് കട്ടിൽ വരുന്ന ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ. സ്ലീവ്ലെസ് വരുന്നത്. ഇപ്പോൾ ഇത് സെയിം ടു സെയിം ടോണിൽ വരുന്നത്. അതല്ലാത്തത് നമുക്ക് ഇതിങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് വരുന്നതാണ്. ഇപ്പോൾ വിഷു ഒക്കെ വരുമ്പോൾ എല്ലാവരും ടിഷ്യൂ ഒക്കെ കൂടുതൽ ചോദിക്കുന്നുണ്ട്. അതിനാണ് നമ്മളിങ്ങനെ ഇട്ടിരിക്കുന്നത്. അത് വെൽവെറ്റിന്റെ ആണ് കേട്ടോ. പിന്നെ ഈ ടോപ്പിന്റെ ഞാൻ ബ്ലാക്ക് ഒക്കെ കണ്ടിരുന്നു അവിടെ ഡമ്മിയിൽ ഇരിക്കുന്നത്. അപ്പൊ ബ്ലാക്ക് ഇത് പല കളർ ചേഞ്ച് വരും, 4 കളേഴ്സ് വരും. 4 കളേഴ്സ് വരുന്നത്. പിന്നെ എടുക്കുമ്പോൾ നമുക്കൊക്കെ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് സെറ്റ് എടുക്കേണ്ടത്, അത് ഈ കുട്ടി പറഞ്ഞുതരും. ഇവിടെയാണ് സെയിൽസ് എന്റെ ആൾക്കാര്. ഒരു മിനിറ്റ് ഇതൊന്നും എടുത്തോട്ടെ. എങ്ങനെയാണ് നമുക്ക് സാധാരണ എടുക്കേണ്ടത്? നമുക്ക് 4 സൈസാണ് വരുന്നത്. 34, 36, 38, 40. അപ്പോൾ 4 സൈസ് നമുക്ക് എടുക്കുമ്പോൾ അത് ഹോൾസെയിൽ ആയതുകൊണ്ട് അങ്ങനെ എടുക്കണം. ആ കുട്ടികളുടെ സെക്ഷനിൽ വരുമ്പോഴോ അത് നമുക്ക് 16, 18, 20, 22, 26 വരുന്നത്. പിന്നെ നമുക്ക് 28, 32 3 പീസ് 3 സൈസ് വരുന്നത്. ഓക്കെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യം, ഒരു ഡൗട്ട്, അത് ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ടവർക്ക് അറിയും ചെയ്യാം. എന്നാലും പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സംശയം വീണ്ടും ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ സംശയമല്ല, നിങ്ങളുടെ സംശയമായിട്ട് എടുത്തോട്ടെ. ഈ സൈഡിൽ ഇരിക്കുന്നത് പാക്കറ്റ് ബോക്സ്, ഈ സൈഡിലിരിക്കുന്നത് മറ്റേ പ്ലാസ്റ്റിക്കിന്റെ. അതെ അതെ. എന്താണ് അത് വ്യത്യാസം വരുന്നത്? ഇത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയുള്ള ബോക്സ് ആയിട്ടാണ്. അത് നമ്മുടെ പ്രീമിയം തന്നെയാണ്. നമുക്ക് ബോക്സിന്റെ ഒരു കോസ്റ്റ് കുറഞ്ഞ വരുന്നത്. അപ്പൊ ഇതിൽ നിന്നും മനസ്സിലാക്കണം എന്താ വെച്ചാൽ രണ്ടും ക്വാളിറ്റി ഒക്കെ ഏകദേശം ഒക്കെ സെയിം തന്നെയാണ്. ചിലർക്ക് ഈ ബോക്സിൽ കിട്ടുമ്പോ അല്ലേ, അതങ്ങനെയാണ്. അപ്പൊ ചിലർക്ക് ഇത് ഇങ്ങനെ തന്നെ മതിയുമ്പോ ആ ഒരു കോസ്റ്റ് അതിന്റെ കട്ട് ഓഫ് ആയി പോകും. അതാണ്. പിന്നെ ക്വാളിറ്റിക്കും ചെറിയൊരു മാറ്റം ഉണ്ട്. എന്നാലും എന്താ പറയാ, അത്രയും ചെറിയ ഡിഫറൻസ് വരും. ബോക്സ് ആയിട്ട് ആണെങ്കിൽ പ്ലീറ്റ്സ് കൂടുതലുണ്ട്, അങ്ങനെ ഡിഫറൻസ്. അതന്നെ, കുറച്ച് പ്രീമിയം രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ വല്ലാണ്ട് അങ്ങനെ നമ്മൾ താത്തിയിട്ട് അങ്ങനെ ഒരു ക്വാളിറ്റി നമ്മൾ ചെയ്യാൻ സമ്മതിക്കൂല അല്ലേ? അതാണ്. ഓക്കെ. അപ്പൊ ഇതാണ് ചെറിയ ചെറിയ ഡിഫറൻസ് എന്ന് പറയുന്നത്. പക്ഷെ കാണുമ്പോൾ ഏകദേശം അടിപൊളി. ഓക്കെ. ഇനി അടുത്തത് നോക്കിയാലോ നമുക്ക്. ഇത് ടോപ്പ്, അതുപോലെ തന്നെ ഇതിന്റെ പാവാട. ഇതൊക്കെ ഏകദേശം കളറുകളും ഇങ്ങനെ ഡിഫറെന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ, മാറി. ഇതിപ്പോ ത്രെഡിലാണ്, മീൻസ് ത്രെഡ് വർക്ക് എന്ന് പറയുമ്പോൾ കോപ്പറിന്റെ സെറിയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ വർക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കാണിച്ചതാന്ന് തോന്നുന്നു. അല്ല, ഇത് നമുക്ക് ഡിഫറൻസ് വരും, ഡിസൈൻസ് ചേഞ്ച് വരും, ഡിസൈൻസിന് മാറ്റം വരുന്നുണ്ട്. പിന്നെ ഇത് സാറ്റന്റെ ക്ലോത്ത് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ചെറിയ മാറ്റം എന്ന് പറയുമ്പോൾ അടിയിലത്തെ ആ ഒരു ഫ്ലയറിന്റെ ഈ ഒരു വർക്ക് കണ്ട, ചിലത് ഫ്രണ്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് ഫ്രണ്ടും ബാക്കും ഒരേപോലെ വർക്ക് വന്നിട്ടുള്ളൊരു അങ്ങനെയും ഉണ്ടാവാറ്. കോസ്റ്റ് കുറയ്ക്കാനായിട്ട് അങ്ങനെയും കുറേ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് ആ റേറ്റും വരെ. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യില്ല. കൊടുക്കണത് നല്ല അടിപൊളിയായിട്ട്. അതാണ് ഇങ്ങനെ. അപ്പോൾ ഇത് ഇപ്പോൾ സാറ്റൻ മെറ്റീരിയലും ഇതിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഏത് ഫംഗ്ഷനും യൂസ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി പറയാം. ഞാൻ പേര് മറന്നു. എൻ്റെ പേരാ പറഞ്ഞായിരുന്നോ? ഞാൻ ചോദിച്ചില്ല. പറഞ്ഞായിരുന്നു. ഞാൻ ചോദിച്ചോന്നെ ഓർമ്മയില്ല എനിക്ക്. ഓക്കെ. ഇത് ബ്ലൂല. അപ്പൊ ഇതിലൊക്കെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് അല്ലേ? ഇതിൽ നമുക്ക് സിംഗിൾ കളർ ആണ്. നമുക്ക് ഓരോ ഐറ്റത്തിൽ മാറി വരും. ചിലത് സിംഗിൾ കളർ ആയിരിക്കും, 34 to 40 സൈസിൽ ഒരേ കളർ ആയിരിക്കും. ചിലതിൽ ചേഞ്ച് ആയി വരും. അങ്ങനെ ആ ഒരു നമ്മൾ സെറ്റ് എടുക്കുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ ഇത് ആ ബ്ലാക്കിന്റെ തന്നെ വൈറ്റ് ആണ് തോന്നുന്നുണ്ട് അല്ലേ? ബ്ലാക്കിന്റെ തന്നെ വൈറ്റ്. ഇത് സാറ്റൻ മെറ്റീരിയൽ. പക്ഷെ ഈ സാറ്റൻ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ചൂടെടുക്കാത്ത രീതിയിലുള്ള നല്ല സാറ്റൻ സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനെ. പിന്നെ ഈ കട്ടാണ് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്. ഇപ്പം ഈ ഇങ്ങനെ കെട്ടണത്, അത് ബാക്കിൽ കെട്ടണതുണ്ട്, കഴുത്തിൽ കൂടെ കെട്ടണതുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഇത്തിരി ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം കുറച്ച് നാളായി ട്രെൻഡിൽ നിൽക്കുന്നു. പക്ഷെ നമുക്ക് വിഷു ഇപ്പോഴല്ലേ വരുന്നത്, അല്ലെങ്കിൽ ഓണം വരുമ്പോൾ അപ്പോഴല്ല. ഓണം വരുമ്പോൾ അടുത്ത ട്രെൻഡ് ഇവർ ഇറക്കൂട്ടാ. എപ്പോഴും നമ്മൾ പുതിയ ട്രെൻഡ് ആയിരിക്കും. അതെ. ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റാ പേജ് ഒക്കെ ഉണ്ടോ? എങ്ങനെയാ പേജ് ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ വീഡിയോസ് ഇടാറുണ്ട്. അപ്പൊ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് അതിലൊന്ന് കയറി നോക്കിയാൽ മതി. അപ്പൊ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ അതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ റേറ്റ് നമ്മൾ പറയൂല. എന്തുകൊണ്ടാ? ഹോൾസെയിൽ ആയതുകൊണ്ട് നമുക്ക് റേറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ അതറിയണമെങ്കിൽ നിങ്ങൾ നേരിട്ട് വരിക, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുക എങ്ങനെയാ വെച്ചാൽ. പക്ഷേ കടക്കാരാവണം, അല്ലെങ്കിൽ കച്ചവടം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം കോൺടാക്റ്റ് ചെയ്യാവോ. ഒരു സിംഗിൾ പീസിന് അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നേരിട്ട് വരാനായിട്ട് നമുക്ക് ഒന്നും അറിയണ്ട. മേനക ബസ് സ്റ്റോപ്പ്, എറണാകുളത്ത് മേനക ബസ് സ്റ്റോപ്പിൽ വരികയാണെങ്കിൽ അവിടുന്ന് ഈ ക്ലോത്ത് ബസാർ ജംഗ്ഷനിൽ കൂടെ
ഈ വഴി കൂടെ ഡയറക്റ്റ് നടന്നു. പിന്നെ വണ്ടിയായിട്ട് പരമാവധി വരാണ്ട് നോക്കുക. കാരണം എന്താ വെച്ചാൽ പാർക്കിംഗ് സൗകര്യം പുറത്തുണ്ട്. ഇവിടെ എപ്പോഴും തിരക്കുള്ള ഒരു ഏരിയ ആണ്. പാർക്കിംഗ് അവിടെ ചെയ്തിട്ട് ഇവിടുന്ന് ഒരു 10 അടി ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ക്ലോത്ത് ബസാർ ജംഗ്ഷനിൽ എത്തിട്ടോ. ഇതാ പിന്നെ ഇതും ഒരു എന്താ പറയുക ഒക്കെ ത്രെഡ് വർക്കിൽ തന്നെയാണ്. അതിൻ്റെ ഫിറ്റിംഗ് കാര്യങ്ങളാണ് മെയിനായിട്ട് എടുത്ത് പറയുക. ഫിറ്റിംഗ് അടിപൊളിയാണ് അല്ലേ? ഫിനിഷിംഗിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഫിറ്റിങ്ങിന്റെ കാര്യത്തിൽ പട്ടുപാട എന്നൊക്കെ പറയുമ്പോൾ വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് ലോഹ പോലെ ഇടുന്നതല്ല പട്ടുപാട്, അതും ഷേപ്പോട് കൂടിയിട്ട് അത് അല്ലേ. ഫിറ്റിങ്ങിന്റെ കാര്യം എടുത്ത് പറയാനുള്ള ഒരു സംഭവം കൂടിയാണ്. ഇതിലത്തെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇതിന്റെ ഈ പട്ടനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഇതിവിടെ ഈ ഒരു പട്ട വെച്ചിട്ടില്ലേ, മനസ്സിലായില്ലേ ആൾക്ക്? ഇങ്ങനെ ഒരു ഇത് എനിക്കിത് പിടിക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ ഇതിലും ചെയ്തിരിക്കുന്നത്. ഇത് പ്രിൻസസ് കട്ട് കഴിഞ്ഞിട്ട് ഇവിടെ സാധാരണ വെറുതെ വിടുന്ന ഒരു പരിപാടിൻ്റെ അതല്ല, കുറച്ചുകൂടി ഫിനിഷിങ്ങോട് കൂടിയിട്ട് വെക്കാതെ ഇവിടെ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് പോലെ ചെയ്തിട്ടുണ്ട്, ഒരു പട്ട പോലെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ എല്ലായിടത്തും അങ്ങനെ ചെയ്യില്ല. ഇത് കുറച്ചുകൂടി ഫിനിഷിങ് കിട്ടാൻ, കുറച്ചുകൂടി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതായി. പിന്നെ ഇത് പ്രിൻസസ്സിൽ തന്നെ വരുന്നത് കണ്ടോ, ആ ഒരു പട്ട മസ്റ്റാണ്. അതാകുമ്പോൾ ശരിക്കും ബ്ലൗസ് ഇട്ട ഒരു ഫീലിങ്ങിൽ നിൽക്കൂലേ അല്ലേ? നല്ല കറക്റ്റ് സൈസ് നിൽക്കും, കറക്റ്റ് ഇങ്ങനെ ഇതിൽ കറക്റ്റായിട്ട് നിൽക്കും. അതേ കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഈ സൈഡിലാണ് സിബ് കൊടുത്തിരിക്കുന്നത്. നോർമൽ എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ബാക്കിലായിരുന്നു ഹുക്ക്, അതൊക്കെ സൈഡിലാക്കി. അതൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നതിൻ്റെ റീസൺ ഇതാണ് കേട്ടോ. കുറച്ച് ഫിനിഷിങ് കൂട്ടി കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ. പിന്നത്തെ ഫിനിഷിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉള്ളിലത്തെ ഫിനിഷിങ് ജസ്റ്റ് ഫിനിഷിങ് അല്ല, പെർഫെക്റ്റ് ഫിനിഷിങ്. ഇതാണ് എടുത്ത് പറയാം അല്ലേ. ഉള്ളിലത്തെ അതുകൊണ്ട് നമുക്ക് ഈ കുത്തി തറക്കല് അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല. നമ്മൾ ലൈനിങ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയുടെ മാത്രമേ യൂസ് ചെയ്യൂ, പ്യുവർ കോട്ടൻ്റെ. അതാണ്. പിന്നെ ഇങ്ങോട്ട് വന്നേ, കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ നിന്ന ആളാണ്. അവൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദി മാത്രം പറയില്ല, മലയാളം പറയില്ല, കുറച്ച് നന്നായിട്ട് അറിയാം. പേര് അന്നത്തെ മറന്നു ഞാൻ. അവൻ്റെ പേര് അവന് തന്നെ അറിയില്ല. നീ ആദ്യം പേര് പഠിച്ചിട്ട് വാച്ചല്ലേ. ഓക്കെ. ഇത് ഒരു സെയിം ആ ഒരു ഇതിൽ തന്നെ കേട്ടോ. ഇതിപ്പോൾ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ കെട്ടിയിട്ട് ഞാൻ ഇങ്ങനെ കറക്റ്റ് കാണിക്കാൻ കണ്ട ഇങ്ങനെയായിരിക്കും ലുക്ക് വരാം. അപ്പോൾ ഇട്ട് വരുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷെ എടുക്കുമ്പോൾ സെറ്റായിട്ട് തന്നെ എടുക്കണം. ആ കാര്യത്തിൽ നമുക്ക് നോ കോംപ്രമൈസ്. ആ കാര്യത്തിൽ നമുക്ക് ഒരു വിട്ടുവീഴ്ചയും ഇല്ല. ഇതിൽ നേരത്തെ ഇതിൽ ചെറിയ മാറ്റം എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ അടിയിലത്തെ ഈ പാവടയുടെ ഫ്ലീറ്റിൻ്റെ മാറ്റമല്ല പറയണത്, തുണിയുടെ മാറ്റമാണ് പറയണത്. അതിൻ്റെ ഡിസൈൻസും ചേഞ്ച് ആവും. അതിൻ്റെ ഡിസൈൻസിൻ്റെ മാറ്റമാണ് പറയണത്. പിന്നെ ഈ ടോപ്പ് എന്ന് പറയുമ്പോൾ വെൽവെറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് സ്ലീവ്ലെസ് ആണ്. ചിലത് നമ്മൾ പഫ് സ്ലീവ് വെച്ചിട്ടും ചെയ്യാറുണ്ട്. രണ്ട് രീതിയിലും ചെയ്യാറുണ്ട് അല്ലേ. സ്ലീവ് അകത്തുണ്ട്. ഇത് പിന്നെ ഒരു ക്രീം ട്രഡീഷണൽ മോഡല് വലിയവർക്കുള്ളത് അല്ലേ. 40 സൈസ് വരെ എന്തായാലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഒരു സെറ്റിൽ 4 പീസായിരിക്കും എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ബൂട്ട വർക്ക്സിൻ്റെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ബൂട്ട വർക്ക്, അതുപോലെ തന്നെ പഫ് സ്ലീവ്, കുറച്ചുകൂടി ബ്ലൗസ് പാറ്റേണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ബൂട്ട വർക്ക്സ് ഒക്കെ മാറി നിൽക്കും അല്ലേ. ഇതും നമ്മൾ കാണിച്ചതാ, പക്ഷെ അതിൻ്റെ കുറച്ച് ഈ വർക്കുകൾക്കാണ് ഡിഫറെൻറ്റ്. ഫ്ലീറ്റ്, ഫ്ലയർ, ഇതൊന്ന് പിടിച്ചേ നമ്മളെ. ഈ ഫ്ലയറാണ് എടുത്ത് പറയാനുള്ളത്. അതുപോലെ ഫ്ലയറിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവം നോക്കണ്ടേ. ഇതിൻ്റെ കോട്ടൺ ഇവർ പക്കയാണെന്ന് പറയുന്നുണ്ട്. പക്ക തന്നെയാണ്, എനിക്കും സംശയമില്ല. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പ്യുവർ കോട്ടണിൽ ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. ഫിനിഷിങ്ങും അടിപൊളിയാണ്, സ്റ്റിച്ചിങ്ങും അതിൻ്റെ പെർഫെക്ഷൻ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡിസൈൻസ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ സൈഡിൽ കെട്ടാനുള്ളത്, അതുപോലെ തന്നെ പ്രിൻസ് പട്ടുപാവയുടെ ഒരു ടാഗ് 34 സൈസ് അല്ലേ ഇത് വരുന്നത്. 34 സൈസാണ് ഇത് വരുന്നത്. അപ്പോൾ ടാഗ് റേറ്റ് അറിയണമെങ്കിൽ വിളിച്ച് ചോദിച്ചേ പറ്റുള്ളൂ, വേറെ ഒരു നിവൃത്തിയില്ല കേട്ടോ. അപ്പോൾ റേറ്റ് എന്ന് പറയുമ്പോൾ റീസണബിൾ റേറ്റ് തന്നെയാണ്. പ്രിൻസ് പട്ട് പാവാട അല്ലേ, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസ്. എല്ലാവരും കച്ചവടം ചെയ്യാം. ഈ വിഷു അങ്ങോട്ട് നമുക്ക് തകർക്കാം അല്ലേ, വേറെ ഒന്നും പറയാനില്ല. പിന്നെ നെക്കിന്റെ ഇത് ഏതൊക്കെ നെക്ക് നിങ്ങൾ ചെയ്യാറ്? മെയിൻ ആയിട്ട് വി നെക്കും. ഇപ്പൊ കൂടുതൽ നമുക്ക് വന്ന് വി നെക്കാണ് ഇപ്പൊ ട്രെൻഡിങ്, അതാണ്. പിന്നെ യു ഉണ്ട്, സ്ക്വയർ, പിന്നെ ആ നെക്കിന് എന്താ പറയാ നമ്മള് മറ്റേ കെട്ടണ നെക്ക്? അതും വി നെക്ക് തന്നെയാണ് ഫ്രണ്ടിൽ നമ്മള് ചെയ്തിരിക്കുന്നത്. കെട്ട് മാത്രം ഒരു കൂടുതൽ വെച്ചിട്ടുണ്ട്. അത് കഴുത്തി കൂടെ കെട്ടാനുള്ളതുണ്ട്, പിന്നെ ബാക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ കെട്ടാനുള്ളതുണ്ട്. രണ്ട് രീതിയിൽ കൂടുതൽ വന്നിരിക്കുന്ന വിയും അതുപോലെ തന്നെ യു, ഇത് രണ്ടാണ് മെയിൻ ആയിട്ട്. വി ആണ് പക്ഷെ ട്രെൻഡിൽ നിൽക്കുന്നത്. ട്രെൻഡിൽ നിൽക്കുന്നത് വി ആണ്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അതെ, വീണ്ടും വി
ഇത് കറക്റ്റ് വി അല്ല, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഒരു ബ്രോഡ് പോലെ ചെറിയൊരു കയറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത്ര നേരം ഞാനല്ലേ വെച്ചോണ്ടിരിക്കുന്നത്, കുറച്ചൊന്ന് വെച്ചൊന്ന് കാണിച്ചു തന്നെ. ഇത്ര നേരം ഞാൻ വെക്കുമ്പോൾ ഒരു മാറ്റം. ഞാൻ ഇപ്പൊ അവിടെ പിടിച്ചുതരാം ഇങ്ങളോ. അപ്പൊ കറക്റ്റ് ആ ഒരു ലുക്ക് ഐഡിയ കിട്ടൂലോ. അതൊന്ന് വെച്ച് നോക്കിയേ കേട്ടാ. ഇത് ശരിക്കും ഇങ്ങനെ വെയർ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ കറക്റ്റ് ആ ഒരു ബ്ലൗസൊക്കെ ഇങ്ങനെ വരുന്നിട്ടേ. അപ്പൊ ഇതില് വീനെക്ക് തന്നെയാണ് കുറച്ച് ബ്രോഡായിട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ചേഞ്ച് വന്നിട്ടുണ്ട്. അതെ, പിന്നെ ഇത് പ്രിൻസസ് കട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. വർക്കൊക്കെ അടിപൊളിയാണ്. ഇനി ഇപ്പൊ ഒരു അമ്പലത്തിലൊക്കെ പോവാണെന്ന് അങ്ങനെ ഒരു ഫീലിങ് ഇല്ലേ? ഇതിട്ട് ഒരു മുല്ലപ്പും കൂടി കെട്ടിയാൽ മതി, സെറ്റാണ്. വേറെ ഒന്നും നോക്കണ്ട. പിന്നെ ഈ ഒരു പിങ്ക് സാരി ഇപ്പൊ ട്രെൻഡ് നിൽക്കുന്നത്, അല്ല പിങ്ക് സാരി കുറച്ച് നാളായി ഇപ്പൊ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവം. ട്രെൻഡിനോടൊപ്പം അതാണ് ഞാൻ പറഞ്ഞത്, പ്രിൻസ് പട്ട് പാവാട ഉണ്ട് എപ്പോഴും ട്രെൻഡിനോടൊപ്പം. അതെ, ഈ ഒരു വർക്ക്. അപ്പോൾ കാണുമ്പോൾ നമുക്ക് എല്ലാതും ബ്ലൗസും പാവാട. പക്ഷേ ഇത് ക്രോപ്പ് ടോപ്പ് എന്നാണ് ഇതിനിപ്പോൾ പറയണത്. ക്രോപ്പ് ടോപ്പ് അതുപോലെ നമുക്ക് സാരിയുടെ ബ്ലൗസ് ആ ഒരു മോഡലിലൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തത്. അതുകൊണ്ട് പെർഫെക്ഷൻ്റെ കാര്യത്തിൽ നോ ഡൗട്ട്. ഇങ്ങനെ പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കാണിച്ചതിൻ്റെ അടിയിലത്തെ ഈ പാവടേറെ ഇതൊക്കെ മാറ്റങ്ങളുണ്ട്. ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി ഇതിൻ്റെ തന്നെ ചെറിയ വെർഷൻ, നമ്മൾ ചെറിയ പിള്ളേർക്കുള്ളത് കാണിക്കണ്ടേ? ഇനി പറയേ. ഇത് നമുക്ക് ബോക്സ് ഐറ്റം ആണ് വരുന്നത്. ഈ ഇരിക്കുന്ന ബോക്സുകൾ, ഇരിക്കുന്ന ബോക്സ് ഐറ്റം. ഓക്കെ. ഈ ബോക്സ് ഐറ്റം എന്ന് പറയുമ്പോൾ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ കുറച്ചുകൂടിയും വെറൈറ്റീസ് ഉണ്ട്. ഈ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഞാൻ കാണിച്ചത് പാവാട ഇത് സോറി ടോപ്പിൻ്റെ ആ ഒരു ഇത് കണ്ടോ ഫിനിഷിങ്. കുട്ടികളിടുമ്പോൾ അടിപൊളിയായിരിക്കും ലുക്ക് വൈസ് ഇങ്ങനെ. പിന്നെ ഈ സെറിയും നല്ല സെറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയല്ല കാണാനായിട്ട്. ബോക്സ് ഐറ്റം വരുമ്പോൾ നമുക്ക് പ്ലീറ്റ്സ് കൂടുതലുണ്ട് അല്ലേ? 16 to 32 സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതില് വലിയൊരു സൈസ് ഇല്ല അല്ലേ? ഇതില് വലിയവരുടെ ഇല്ല. പിന്നെ 34 തൊട്ട് നമ്മളിപ്പോ കണ്ട കളക്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ. അപ്പൊ ഇത് ഒരു മോഡല്. ഇനി അടുത്ത മോഡൽ എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നത് കുട്ടികളുടെയിലാണ് കുറച്ചുകൂടിയും കൂടുതൽ വെറൈറ്റീസ് വന്നിരിക്കണത്. ആ പാവാട ഒന്ന് പിടിച്ച് പൊന്തിച്ച് പിടിച്ച് അതെ, ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ. ഇതൊക്കെ എന്ന് പറയുമ്പോഴും മെറ്റീരിയൽ വൈസ് ഒന്നുകൂടി നന്നാക്കിയിട്ടുണ്ട്, ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്, വർക്കും നന്നാക്കിയിട്ടുണ്ട്. അടിപൊളി. ഇതൊക്കെ നല്ല പിടിക്കുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സ്, നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട്. അവര് പിള്ളേരെന്ന് പറയുമ്പോൾ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കണമല്ലോ, അതുകൊണ്ട് നല്ല ക്വാളിറ്റി വന്നുകൂടി. ഇത് ഫുൾ പ്രിന്റ് വന്നിട്ട് പ്രിന്റ് ഫ്ലോറല്. അപ്പോൾ അവിടെ വന്നിട്ട് ആ ലുക്ക് കാണാനാട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിൽ ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട്. ആ കെട്ടി കാണിച്ചു കൊടുത്തടാ. ഇതേ ഇങ്ങനെ ഒരു കെട്ട് വരും. അപ്പോൾ ആ ബാക്കിൽ ഇങ്ങനെ ഇവർ നടക്കുമ്പോഴില്ലേ നല്ല ഭംഗിയിൽ ഇങ്ങനെ കുട്ടികളൊക്കെ നടന്നു വരുമ്പോൾ നല്ല ഇങ്ങനെ കുലുങ്ങി നടക്കുമ്പോഴേ ഇത് ബാക്ക് സൈഡ് അടിയിലേക്കാണ് കേട്ടോ കെട്ട് വന്നിരിക്കുന്നത്. കുട്ടികൾ ഇട്ട് വരുമ്പോൾ നല്ല രസമായിരിക്കും. വലിയവർക്ക് ഇതുപോലെ ഇറക്കട്ടോ. നെക്സ്റ്റ് ഇറക്കുന്നതായിരിക്കും അടുത്ത ഓണത്തിന്. കളർ മിക്സ് വരും ഇതിന്റെ കേട്ടോ. 4-5 കളർ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ സിബ് വരുന്നത് ബാക്കിലാണ്. കുട്ടികൾക്ക് പിന്നെ അത്രയും മതി, ബാക്കിൽ മതി. അവർക്ക് സൈഡിലാവുമ്പോൾ അത് വേണ്ട. അത് നമുക്കാണ് ഈ സിബ് കാണാൻ പാടില്ല, അത് കാണാൻ പാടില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. ഇത് സെയിം തന്നെ. അത് കേരള ട്രഡീഷണൽ ബാക്കിൽ ഇങ്ങനെ കെട്ടണത് പഫ് മോഡലാണ് ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഇടുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട്. പിന്നെ ഒരു ബോക്സ് പാക്കിങ്. ഈ ബോക്സ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു സെറ്റ് ഇത് ഫുള്ള് എടുക്കണം. ഒരു സെറ്റ് ഫുള്ള് എടുക്കട്ടെ ഞാൻ. ഇത് എനിക്ക് എടുക്കാനല്ല, നമ്മളിതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് ഇവരുടെ ബോക്സും കാണിക്കേണ്ടത്. ഇതിലിപ്പോൾ എങ്ങനെയാണ് സൈസസ് വരാം? ഇതിപ്പോൾ നമുക്ക് 20 തൊട്ട് 32 വരെയുള്ള സെറ്റാണ്. ഈ സെറ്റ് ഫുള്ള് എടുക്കണം. സെറ്റ് ഫുള്ള് എടുക്കണം. ഇത് 7 പീസ് ഉണ്ട്, 7 പീസ് എടുക്കണം. ഈ 7 പീസ് എന്ന് പറയുമ്പോൾ ഒരു സെയിം ഇതിലാണ് വരുന്നത്. മീൻസ് ഡിസൈൻ സെയിം ആണ്, കളർ ചേഞ്ച് വരും. ഡിസൈൻ സെയിം ആണ് വരുന്നത്. ഡിസൈനും കളറും സെയിം, സൈസ് മാത്രം വ്യത്യാസം. സൈസും ചേഞ്ച് ആവും, അതുപോലെ തന്നെ കളർ ചേഞ്ചും വരും. രണ്ടും വ്യത്യാസമായിട്ടുള്ളത് വരുന്നുണ്ട്. ചില ഐറ്റംസ് ഇതാണെങ്കിൽ ഫുൾ സെയിം കളർ ആയിരിക്കും. 7 സൈസിലും സെയിം കളറാണ് വരുന്നത്. അപ്പൊ ഇതാണെങ്കിൽ നമുക്ക് 4-5 കളേഴ്സ് മിക്സ് വരും. ഓക്കെ. അതാണ് അവൻ പറഞ്ഞത് നേരത്തെ, 4-5 കളർ വരും. പിന്നെ ഇവരുടെ പാക്കിംഗ്, ബോക്സ് പാക്കിംഗ് പ്രിൻസ് പട്ട് പാവാട. ഇതാണ് ഇവരെ. ഇത് എപ്പോഴും നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഈ ഒരു പ്രിൻസ് പട്ട് പാവാടയുടെ ടാഗ്. അല്ലെങ്കിൽ ഞാനൊക്കെ ആദ്യമൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ, ഇതൊക്കെ എവിടെന്നാണ് വരുന്നത്. ഇപ്പോഴല്ലേ മനസ്സിലായില്ല സംഭവം ഇവിടെ നമ്മുടെ എറണാകുളത്താണെന്നുള്ളത്. ഇതാണ് ഇവരുടെ പാക്കിംഗ് വരുന്നത്. പാക്കിംഗ് അടിപൊളി. ഒരു എന്താ പറയുക, സൂപ്പർ. പിന്നെ ചേച്ചിക്ക് അനിയത്തിക്കൊക്കെ ആയിട്ട് ഒരേപോലത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇത് വലിയവർക്കുണ്ട് ഇതുപോലെ. ഇത് വലിയവർക്കില്ല. അല്ല ഇതിപ്പോൾ നേരത്തെ വലിയവർക്ക് കണ്ടുല്ലോ, ഒരു ബ്ലാക്ക് കളറിന്റെ ഇവിടെ അതെ
പക്ഷെ അതിന്റെ തന്നെ മാറ്റം ഉണ്ടല്ലോ ചെറുതായിട്ട്. ചെറിയ ഡിഫറൻസ് വരും. എന്നാലും ചേച്ചിക്ക് അനിയത്തിക്കായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഇത് റീറ്റെയിൽ അല്ല കേട്ടോ. ഇത് ചേച്ചി അനിയത്തി എന്ന് പറഞ്ഞിട്ട് ഓടി വരായിരിക്കോ. നിങ്ങൾ നിങ്ങളുടെ കടയിൽ വെക്കുമ്പോൾ ഇതുപോലെയൊക്കെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫാമിലി ആയിട്ട് വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അതാണ് ഉദ്ദേശിച്ചത്. ഇതിന്റെ സ്ലീവിലൊക്കെ വെറൈറ്റി ചെയ്തിട്ടുണ്ട്. അതും കൂടി എടുത്ത് പറയണം. കുട്ടികൾക്കാണ് ഇത് മെയിൻ ആയിട്ടാണ്. വലിയവർക്കൊക്കെ ഇതുപോലെ ഇറക്കട്ടെ. ഞങ്ങൾക്കൊക്കെ ഇതുപോലെ ഇട്ട് കാണണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ഓരോ തവണ ഓരോ വെറൈറ്റീസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നല്ലേ. അപ്പൊ ഇത് ഒരു ഷോൾഡറിന്റെ പോർഷനിലോട്ടോ. പിന്നെ പാവട വരുമ്പോൾ ഇങ്ങനെയാണ് വരാം. ഓക്കെ, അടുത്തല്ലേ നോക്കുകയാണെങ്കിൽ ഇത് കളറിലാണ് നമ്മൾ ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട്. ഇത് നോർമൽ ആയിട്ടുള്ള രീതി കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇങ്ങനെ കുത്തി തറക്കുന്ന ഒരു ഫീലിംഗ് അല്ലേ. പക്ഷേ കുത്തി തറക്കില്ല. ഉള്ളിൽ നല്ല അടിപൊളി കോട്ടൺ കൊടുത്തിട്ടുണ്ട്. കണ്ട, അടിപൊളി കോട്ടൺ കൊടുത്തിട്ടുണ്ട്. അടിപൊളി മെറ്റീരിയലാണ്. പിന്നെ ഇവിടുത്തെ സ്റ്റിച്ചിങ് ഒക്കെ പക്കയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ അയ്യോ അല്ലേ. പക്ഷെ അങ്ങനെയല്ല, ഉള്ളിൽ ഈ ഇടുമ്പോഴെല്ലാം അറിയുള്ളൂ അല്ലേ കുട്ടികള്. ഇതിന്റെ കോമ്പിനേഷൻ നെക്കെല്ലാം നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് വരുന്നത്. ചെറുതായിട്ടൊരു വലിയവരുടെ ചെറിയ കുട്ടികളുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല വർക്കും കാര്യങ്ങളൊക്കെ നന്നാക്കിയിട്ടുണ്ട്. പിന്നെ മെറ്റീരിയൽ ഒന്നുകൂടി സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ടോപ്പ് ആൻഡ് ബോട്ടം ഇതാണ് ഇപ്പം മൽക്കോട്ടൺ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, മൽക്കോട്ടണിലുള്ള ഐറ്റമാണ്. എവിടെ നോക്കിയാലും ഈ ഒരു ട്രെൻഡ് തന്നെയാണ് ഇപ്പം. മൽക്കോട്ടൺ ഇത് തന്നെയാണ് വേണ്ടത് എല്ലാവർക്കും. അതും ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ, ഇതാണ് നമ്മുടെ വിഷുവിന്റെ ഐറ്റം സ്പെഷ്യൽ ആയിട്ടുള്ളത്. ഇതൊന്ന് ആ സൈഡ് പിടിച്ച് രണ്ടും കൂടി ഒരുമിച്ച് പിടിക്കും. ഇതാണ് വിഷു കൊണ്ടുപോയ ട്രെൻഡ് കേട്ടോ. നല്ല ഇതൊക്കെ ടോപ്പൊക്കെ അല്ലേ, നിങ്ങൾ തൊട്ട് തന്നെ ഫീൽ ചെയ്യണം. നേരിട്ട് വന്നാലാണ് ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ആ ഒരു ഷോൾഡറിൻ്റെ പോർഷൻ കണ്ടോ, ഈ ഒരു വർക്ക് ഫ്ലീറ്റൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ വിഷു സ്പെഷ്യൽ പാവാട, അത് ഫ്രണ്ടും ബാക്കൊക്കെ ആയിട്ട് ഒരേപോലെ. ഇതിന് കളർ ചേഞ്ചും ഉണ്ടാവുമല്ലോ അല്ലേ ഇതിൻ്റെ ടോപ്പിന്? അല്ലേ, ഉണ്ട്. ഉണ്ട്. ആ കാര്യത്തിൽ ഡൗട്ട് ഇല്ല കേട്ടോ. ഇപ്പൊ പുതിയ വെറൈറ്റീസ് ആണ് കേട്ടോ ഞാൻ കാണിച്ചോണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കളക്ഷൻ. ഇതെല്ലാം സ്ലീവിൽ നമ്മൾ ഡിഫറെന്റ് പാറ്റേൺ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിങ്ങനെ ഒരു എന്താ പറയാ, ഈ ഒരു സ്ലീവിന് എന്തോ സ്ലീവ്, പക്ഷെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇട്ട് കഴിഞ്ഞാൽ അതിനേക്കാൾ അടിപൊളിയായിരിക്കും. ഒരു രക്ഷയില്ല. അതായത് പാച്ച് വർക്ക് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് സെയിം ആ ഒരു ഈ ഒരു തുണിയുടെ ആ ഫീലിംഗ് തന്നെയാണ് എനിക്ക് ഇതിലും കിട്ടുന്നത്. നല്ല സോഫ്റ്റ് കോട്ടണിൽ. ഇതിൻ്റെ സ്ലീവ് കണ്ടോ, ഇതും സ്ലീവിന് മാറ്റമുണ്ട് അല്ലേ. സ്ലീവിന് മാറ്റമുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഫ്ലീറ്റ് ടൈപ്പ് ആയിട്ട് വന്നിട്ട് പിന്നെ ഈ പാവാട സ്കേർട്ടാണ്. വിഷുവിന്റെ ആ ഒരു ഫ്ലവർ കാര്യങ്ങൾ വേണ്ടെന്നുള്ളവർക്ക് ഇതാണ് സിമ്പിൾ ആയിട്ടുള്ളത് മതി. എപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്യണം. പിന്നെ ഈ കണിക്കൊന്ന എന്ന് പറയുന്ന സംഭവം ഇത് കാണുന്നത് മൊത്തം എംബ്രോയിഡറി ആയിട്ട്, പ്രിന്റ് അല്ല. അത് ചിലർക്ക് ക്യാമറയിൽ കാണുമ്പോൾ അത് എംബ്രോയിഡറി അല്ല, പ്രിന്റ് ആയിട്ട് ഫീൽ ചെയ്യും. പ്രിന്റ് അല്ല. അപ്പോൾ എപ്പോഴും അത് കല അവിടെ നിൽക്കുന്നു. പിന്നത്തെ ഒരു വർക്ക് എന്ന് പറയണത് ഇത് ഫുൾ സെറിയുടെ വർക്ക്. ഫോയിൽ ഇത് പിടിച്ചേ, ഇതാ ഫോയിലിൻ്റെ പ്രിൻ്റാണ് ഇതിൽ ചെയ്തിരിക്കണത്. പക്ഷേ അടിയിൽ വരുമ്പോൾ ഇത് സെറിയാണ് കേട്ടോ. ഈ കാണുന്നത് മൊത്തം സെറിയാണ്. ഈ ടോപ്പിൻ്റെ പോർഷൻ മാത്രമാണ് ഫോയിലിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് കുട്ടികളുടെ. നമ്മൾ പെൺകുട്ടികളുടെ മാത്രമാണ് കാണിക്കുന്നത്. പക്ഷെ പെൺകുട്ടികളുടെ മാത്രമല്ല, ആൺകുട്ടികളുടെയും ഇവിടെ ഉണ്ട്. വെയിറ്റ് ചെയ്യൂ അല്ലേ. അതെ, നമ്മൾ വലിയവരേന്ന് നമ്മൾ ചെറുതിലേക്ക് വരികയാണ്. ഇനി ഇത് നോക്കിയേ, ഒരു കളർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു തീമാണ്. ഇതും നമുക്ക് ആ ഒരു ത്രെഡ് വർക്കൊക്കെ അതിലും മിറർ വർക്കാണ് വന്നിട്ടുണ്ട്. നമ്മൾ പക്ക ട്രഡീഷണൽ കേട്ടോ. കളർഫുള്ളായിട്ടുള്ള പക്ക ട്രഡീഷണൽ കളറിൽ വേണമെന്ന് പറയുന്നത്. അതെ, വീണ്ടും നമ്മുടെ ഇതിൽ ഇപ്പിടിച്ചേ ഇങ്ങനെ നിൽക്കുമ്പോഴാണല്ലോ കാണുമ്പോൾ ഭംഗി തന്നെ. കണ്ട, ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ. സ്ലീവ് ഈ സ്ലീവ്ലെസ് കാണിക്കുന്നത് എല്ലാത്തിലും നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല കളറായിട്ട് അല്ലേ. ഇത് ഈ നമ്മുടെ കെട്ടണത് ഇവരുടെ ഇറക്കിയിട്ടില്ല അല്ലേ. നമ്മുടെ ആ മോഡൽ വന്നിട്ടില്ല. ആ മോഡൽ കുട്ടികളുടെ അല്ല, അത് വെച്ചിട്ടും കാര്യമില്ല. അവർ എവിടെ കെട്ടാനല്ലേ. പക്ഷെ ഇത് സിമ്പിളായിട്ട് കെട്ടണ പോലെ തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് കെട്ടണത് തന്നെയാണ്, പക്ഷേ വേറെ രീതിയിലാണ് ചെയ്തിരിക്കണത് ഈ ഒരു മോഡൽ കേട്ടോ. പിന്നെ ഇതിന്റെ പാവാട എന്ന് പറയണത് ഈ ഒരു സംഭവമാണ്. ഫ്ലീറ്റഡ് ആണ്, പ്രീമിയം രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ പ്രൊഡക്ഷന് പിന്നെ എറണാകുളത്ത് ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിരുന്നു. 10 മിനിറ്റ് കണ്ടുള്ളൂ ഇവിടുന്ന് പോകാനായി. അധികം ദൂരമൊന്നുമില്ല. പച്ചളം ആ ഭാഗത്താണ് നമ്മൾ പോയിട്ടുള്ളത്. നമ്മളപ്പോൾ ഇവരെ സ്റ്റിച്ചിങ് ഒക്കെ കണ്ടിരുന്നു. പിന്നെ 365 ഡേയ്സ് എപ്പോഴും ഇപ്പോൾ ഈ ഇരിക്കുന്ന ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കാണിച്ചാൽ പെട്ടെന്ന് സെയിലായി പോകും. കാരണം ഒന്നാമത്തെ വിഷു, രണ്ടാമത്തേത് പറയുമ്പോൾ ഇവർക്ക് എപ്പോഴും മൂവിങ് ആയിട്ടുള്ള കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എപ്പോഴും ഇങ്ങനെ ഒരു ബോക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബോക്സ് എപ്പോഴും മാറുന്നുണ്ട് അല്ലേ. എല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, നമ്മളെപ്പോഴും വരുമ്പോൾ ഈ ഒരു ബോക്സ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ബോക്സിൻ്റെ ഐറ്റംസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ പാക്കിങ് ചെയ്ത് ഡിസ്പാച്ച് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം. ഇത് നോക്കിയേ,
ഇതും ഒരു സെറിയുടെ വർക്കോട് കൂടിയിട്ട് ത്രെഡ് വർക്ക് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്, പ്രിന്റ് വന്നിട്ടുണ്ട് ടോപ്പിൽ, പിന്നെ ഒരു കെട്ടും കൂടി വന്നിട്ടുണ്ട്. ഇനി വലിയവർക്കുള്ളതുപോലെ കുട്ടികൾ വിഷമിക്കണ്ട അല്ലേ? ആ ഇനി പെട്ടെന്ന് കാണിച്ചു പോവാ. നമുക്ക് കുട്ടികളുടെ ഒരു സെക്ഷൻ കൂടി. ഓ പെട്ടെന്ന് എങ്ങനെയാ കാണിക്കുക? ഈ മര്യാദമാണ് ഇവർ കൊണ്ടുവയ്ക്കുന്നത്. പിന്നെ എങ്ങനെ വിടും അല്ലേ? നല്ല ഭംഗിയുണ്ട് അല്ലേ? ഈ വെറൈറ്റി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഈ ഒരു സ്കേർട്ടും കൂടി നല്ല ഭംഗിയായിട്ട്. ഇത് ടോപ്പ് നന്നായിട്ടുണ്ട്, ഇഷ്ടമായിട്ടോ. പിന്നെ ഫ്രണ്ടും ബാക്കും ഒക്കെ ഇതേപോലെ തന്നെ വർക്കാണ് കണ്ട, ഫ്രണ്ടും ബാക്കും അങ്ങനെ. പിന്നെ നേരത്തെ തന്നെ ഒരു കളർ ചേഞ്ച്, നമ്മൾ ഒരു ഗ്രീനിലാ അല്ല ഡിഫറെന്റ് ആണ്. ഞാൻ ഇത് അതന്നെയാന്ന് വിചാരിച്ചു, പക്ഷെ അതല്ല, എല്ലാത്തിനും ചെറിയ ചെറിയ മാറ്റണത്. ഇത് കൊണ്ടാ ഇതിങ്ങനെ ആയിട്ടുള്ള ഒരു വർക്ക് കേട്ടോ. ഓഫ് ഷോൾഡർ അങ്ങനെയും പറയാനും പറ്റില്ലല്ലോ, ഓഫ് ഷോൾഡർ ഒന്നും പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഇടുക, എങ്ങനെ വേണേലും ഇട്ടോ, എങ്ങനെ വേണേലും സ്റ്റൈൽ ചെയ്യാന്ന്. ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ തന്നെ കളർ ചേഞ്ച് അല്ലേ? പിന്നെ ഡിസൈനും ഡിഫറെന്റ് ആയിട്ട് വരും. ഡിസൈനും ഡിഫറെന്റ് ആണ്. ഓക്കെ. പിന്നെ മൽക്കോട്ടന്റെ വേറൊരു പാറ്റേൺ ഇതാണ് കേട്ടോ. മൽക്കോട്ടൻ്റെ ടോപ്പും അതുപോലെ ഇത് എംബ്രോയിഡറിയുടെ വർക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ വെർഷൻ ഉണ്ട്, അതെനിക്ക് പറയാമല്ലോ. അത് ഇപ്പുറത്തെ സൈഡ് ഈ ഇരിക്കുന്ന സംഭവമൊക്കെ എന്താ, ഇതൊക്കെ തന്നെയാണോ പാക്കിങ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നേരത്തെ കണ്ടതൊക്കെ നമ്മുടെ പ്രീമിയം സെക്ഷൻ ആണ്. ഇതൊക്കെ നമുക്ക് വരുന്നത് പാവാടം ബ്ലൗസ് ആണോ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ ആണോ? അല്ല, ഇതൊക്കെ ഗേൾസിന്റെ തന്നെയാണ്. ഗേൾസിന്റെ തന്നെ. ഓക്കെ. ഇനി നമുക്ക് ഇതൊന്ന് ആഹാ, ചെറിയ കുട്ടികളുടെ വെറൈറ്റീസ് ആണ് കേട്ടോ ഇത് മൊത്തം ഇരിക്കുന്നത്. ചെറിയ കുട്ടികളുടെ വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് പിടിക്കാല്ലേ? ഇവിടുന്ന് തുടങ്ങാം. ഇവിടുന്നാണെന്ന് മൊത്തം കൺഫ്യൂഷൻ. എന്തായാലും ഇവിടുന്ന് നമുക്ക് തുടങ്ങാം. നമുക്ക് ഫ്രോക്ക് ഐറ്റംസ് ആണ് വരുന്നത്. 16 to 32 സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ. ഇത് നമുക്ക് 60-20 ഒരു സെറ്റ്, 22 to 26 ഒരു സെറ്റ്, പിന്നെ 28-32 ഒരു സെറ്റ്, അങ്ങനെ സെറ്റ്. അപ്പോൾ സെറ്റ് എത്ര വേണം, എന്ത് വേണം, എങ്ങനെ മേടിക്കണം, അതൊക്കെ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യാം. പിന്നെ കൊറിയർ അയച്ചു തരുന്നുള്ളത് കാര്യം ഇനി എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കണ്ടുല്ലോ നിങ്ങൾ ആ പാക്കിംഗ് ഒക്കെ. അപ്പോൾ ഇതുപോലെ പാക്കിംഗ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് വരുത്തിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ കേരള മോഡലും കളർഫുൾ ആയിട്ടുള്ളത് എല്ലാം ചെയ്തിട്ടുണ്ട് ഫ്രോക്കിലും. എല്ലാം ഡിസൈൻസ് ഒക്കെ ഡിഫറെൻ്റ് ആണ് വരുന്നത് അല്ലേ? ഇതാ ഡിസൈൻസിന് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കേരള ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇതിൻ്റെയും ചെറിയ കുട്ടികളുടെ ന്യൂ ബോൺ ബേബി തൊട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്? എങ്ങനെയാണ് ചെയ്യുന്നുണ്ട്? ന്യൂ ബോൺ ബേബി തൊട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്, ഇപ്പോഴത്തെ പ്രസൻറ്റ് കറൻറ്റ് ഡിസൈൻസ് ആണ് ഇപ്പം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കിയേ, ഇത് ട്രെൻഡും മോഡേണും ട്രഡീഷണലും എല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ട് വരുന്നത്. അടിപൊളി. ഒക്കെ എന്താ പറയുക, ചിലതൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും, ചിലത് ഇങ്ങനെ സിൽക്ക് മെറ്റീരിയൽ വരുന്നുണ്ട്, ഒക്കെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ വരിക നോക്കുക. ഇതൊക്കെ ഹക്കോബയില്. ഇതും ആ ഒരു ട്രഡീഷണൽ ട്രെൻഡ് നന്നായിട്ടുണ്ട് കേട്ടോ കുട്ടികളുടെ കളക്ഷൻസിൽ. ഫ്രോക്കിൽ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടും പഫ് സ്ലീവ് എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ സ്ലീവ്ലെസ് എന്ന് പറയുമ്പോൾ സ്ലീവ്ലെസ് തന്നെയായിരിക്കും, സ്ലീവ് അറ്റാച്ച് ഉണ്ടാവില്ല. കുട്ടികളുടെ ആ പ്രശ്നമില്ലല്ലോ, വലിയവർക്കാണല്ലോ പ്രശ്നം. ഇത് കണ്ടോ, ഇതൊക്കെ നമുക്ക് ആ ഒരു കേരള ട്രഡീഷണൽ കുട്ടികളുടേതായിട്ട്. ഇത് ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകാം, കാരണം വെച്ചാൽ കുറേ ഉണ്ട് നമുക്ക് ഇനിയും കാണിക്കാനായിട്ട് കേട്ടോ. ഇതിലിപ്പോൾ കോപ്പറിൻ്റെ സെറി വർക്കിൽ വരുന്നുണ്ട്, നമുക്ക് ഗോൾഡിൻ്റെ സെറി വർക്ക് വരുന്നുണ്ട്, ത്രെഡിൽ വരുന്നുണ്ട്. ഇതൊരു കോട്ട് മോഡലാണ് വരുന്നത്. തന്നെ ഞാൻ ഫ്രണ്ട് നോക്കണില്ല, ഞാൻ ബാക്ക് മാത്രം നോക്കണല്ലോ. ഫ്രണ്ട് നോക്കുമ്പോഴല്ല വിവരം അറിയുള്ളൂ. അതാ ഇടുമ്പോൾ കോട്ട് പോലെ, പക്ഷെ ഒരു ഉടുപ്പാണ്. ഇതൊക്കെ ബാക്കിൽ ഇങ്ങനെ കെട്ടാനുള്ളതും അതുപോലെ തന്നെ സിബോർഡ് കൂടിയിട്ടും വരുന്ന ഒരു മോഡലാണ്. ഇങ്ങനെ ഇതും കോട്ട് മോഡൽ തന്നെയാണ്. ഒക്കെ ഡിഫറൻസ് വരുന്നത്. ചെറിയൊരു ഫ്ലവർ ഒക്കെ വെച്ചിട്ട് കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു സംഭവം. ടിഷ്യൂ കോട്ടൺ ആണല്ലോ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ ഈ നമ്മുടെ കളറിന്റെ മെയിൻ അത് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. അതാണ് പ്രിൻസ് പട്ട് പാവാട. നിങ്ങൾക്ക് ഷോപ്പ് ഇവിടെ മാത്രമല്ലേ ഉള്ളൂ? മീൻസ് വേറെ ബ്രാഞ്ചസോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തൊന്നും ഇല്ല? ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ തന്നെ ധാരാളം അത്യാവശ്യം ഇവിടെ തന്നെ പണിയുണ്ട് ഇവർക്ക്. പ്രിന്റ് കൊടുത്തിട്ടാണ് ചെയ്തത്. ഇങ്ങനെ സാധാരണ നമ്മൾ വിഷു ഓണം എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലൊക്കെ കുറെ കഥകളിയുടെ പ്രിന്റുകൾ, അങ്ങനെ പലതരം പ്രിന്റുകളൊക്കെ കാണാൻ പറ്റും. പക്ഷെ അതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക്, എന്താ പറയുക, ട്രെൻഡ് മാറി. ട്രെൻഡിനോടൊപ്പാണല്ലോ. പിന്നെ ആ സാധനമൊക്കെ എങ്ങനെ കിട്ടും? വേണമെന്ന് പറഞ്ഞാൽ അതും നമ്മൾ ചെയ്ത് തരും അല്ലേ? ചെയ്ത് തരും. ഇപ്പൊ ട്രെൻഡ് നിൽക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. നമുക്ക് വലിയവരിലൊക്കെ വന്നിട്ടുണ്ട്. പറയൂ അപർണ.
വന്നിരിക്കുന്നത്. കളറില് സിൽവറിലെ സെറി. ഓക്കെ, പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല പാക്കിംഗ് ഒക്കെ അടിപൊളിയാക്കിയിട്ടായിരിക്കും നമ്മുടെ സ്ഥലത്തേക്ക് എത്താം. പിന്നെ പാക്കിങ് ഇപ്പോൾ വെയിലായാലും മഴ ആയാലും ഒരു ഡാമേജ് ആവാണ്ട് നമ്മുടെ സ്ഥലത്തേക്ക് കറക്റ്റായിട്ട് എത്തിക്കും. അതിപ്പോൾ ബോക്സ് ആയാലും ശരി, കവറിലായാലും ശരി, എങ്ങനെയായാലും നമ്മുടെ സ്ഥലത്തേക്ക് സേഫായി എത്തിക്കും. പിന്നെ സേഫാക്കി എത്തിക്കും. അതുപോലെ തന്നെ എത്ര രൂപയ്ക്ക് മേടിക്കണം, എന്താണ്, എത്ര പീസ്, എത്ര സെറ്റ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ തന്നെ വിളിച്ച് ചോദിക്കേണ്ടി വരും. നമ്മൾ ജസ്റ്റ് പുതിയ മോഡൽസ്, പുതിയ കളക്ഷൻസ് നമ്മൾ കാണിച്ചു തരണം കേട്ടോ. ചെറിയൊരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അടിയിൽ ഇങ്ങനെ ഒരു ഇതൊക്കെ കാണുന്നത് ത്രെഡ് പ്രിന്റ്, ഇത് ത്രെഡ് വർക്കാണ്. ഇത് ത്രെഡ് വർക്കാണല്ലേ. കാണുമ്പോൾ ഒരു പ്രിന്റ് ഫീൽ ചെയ്യും, പക്ഷെ പ്രിന്റ് അല്ല, ത്രെഡ് വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. പക്ഷെ ചെറിയ കുട്ടികളിൽ എന്തോരം മോഡൽസാണ് ഇറക്കിക്കണത്. ഒരുപാട് മോഡൽസ് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ എന്തോരം നേരം ഇത് എങ്ങനെ എടുക്കലും കുറേ മോഡൽസ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. 1-2 മോഡൽസ് ഒന്നുമല്ല, 1-2 പോട്ടെ, 10 പോട്ടെ, 50 പോട്ടെ, അതിനേക്കാളും കൂടുതൽ വെറൈറ്റീസ് ഇറക്കിയിട്ടുണ്ട്. ടിഷ്യൂ പിന്നെ ഇപ്പോഴും പ്രൊഡക്ഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ മോഡലിന്. ഇതിലൊന്നും തീരുന്നില്ല. ഇനി ചിലപ്പോൾ നിങ്ങൾ വരുന്ന സമയത്തൊക്കെ ഇതിൻ്റെ പുതിയ മോഡൽസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നിലവിലുള്ള മോഡൽസാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും ഒരു അടിപൊളി മോഡൽ. ഒക്കെ ഫ്രോക്കിലാണ് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. നമുക്ക് ഫ്രോക്ക് മോഡലാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഫ്രോക്ക് മോഡൽ അല്ലാത്തതുണ്ട്, നോക്കിക്കോളൂ. ഇതും ഫ്രോക്കിൻ്റെ ഇപ്പോൾ തൽക്കാലം നമുക്ക് നിർത്തി വയ്ക്കാം. ഇനി നമുക്ക് ഫ്രോക്ക് അല്ലാത്ത മോഡൽ ചോദിച്ച കാരണം അത് കാണിച്ചു തന്നില്ല എന്ന് വേണ്ട. നമുക്ക് കുട്ടി സാരിയാണ് ഐറ്റം വരുന്നത്. കുട്ടികൾക്ക് സാരിയാ? അതെ, 1 മിനിറ്റ് സാരി. അത് നന്നായി. ഇതെന്തായാലും മേടിക്കും. ഇതൊക്കെ എങ്ങനെയാ വരുന്ന സെറ്റ്? ഇത് നമുക്ക് 16 തൊട്ട് 32 വരെയാണ് സൈസ് വരുന്നത്. 16 to 20 ഒരു സെറ്റ്, പിന്നെ 22 to 26, പിന്നെ 28 to 32. പക്ഷെ കുട്ടികൾക്ക് സാരി കൊടുത്ത് എനിക്ക് കൊതിയാവുണ്ട് കേട്ടോ. വല്ല കുട്ടികളെ കെട്ടാണെങ്കിൽ എനിക്ക് ഇട്ട് കാണിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നടക്കൂല. പോരാത്തതിന് ഇത് ഹോൾസെയിലും കൂടിയാണ്. ഇവിടെ എന്തായാലും ഇവിടെ പ്ലീറ്റ് ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഇതിന്റെ മുകളിലൊന്ന് വെറുതെ നിട്ട് ചുറ്റിട്ട് വെറുതെ അതാ ഒരു ലുക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ആ കുട്ടികൾ ഇടുമ്പോഴുള്ള ഒരു ലുക്ക്, ആഹാ എന്തായിരിക്കും ലുക്ക് അല്ലേ. ആ ഫ്ലീറ്റൊക്കെ കറക്റ്റ് ആക്ക്. ഇതേ അത് ആ സൈഡും പിടിക്കും. അപ്പം അവിടെ ഒരു അടിയും പിടിച്ചോ. സെറ്റില്ലേ. കുട്ടികൾക്ക് 1 മിനിറ്റ് സാരി. ഓ അടിപൊളി, നന്നായിട്ടുണ്ട് കേട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ല. ഇതപ്പോൾ 32 സൈസ് വരെ വരുന്നുണ്ട് അല്ലേ. 32 സൈസ് വരെ അവൈലബിൾ ആണ്. ഇതൊരു ട്രെൻഡാണ് കേട്ടോ. ആ ട്രെൻഡ് നമ്മൾ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അതൊക്കെ ഇവരുടെ ബുദ്ധിയിൽ ഡിസൈനർ ടീം ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ബോൺ ബേബി ഫ്രോക്സ് ആണ് വരുന്നത്. ഓക്കെ, ന്യൂ ബോൺ ബേബീസ് അല്ലേ. ന്യൂ ബോൺ ബേബീസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ഈ ജനിച്ച കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ചോറൂണില്ല, അതിനൊക്കെ ഈ നൂലുകെട്ട്, ചോറൂണ്, ഇതിനെല്ലാം ഇടാൻ പറ്റിയ സൈസിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ കുട്ടികളെന്ന് പറയുമ്പോൾ ക്വാളിറ്റിയും അതുപോലെ അവരുടെ ആ ഒരു മെറ്റീരിയൽ അവർ നന്നായി ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് തൊടുമ്പുള്ള ഫീലിംഗ് വെച്ചിട്ടാണ് ഞാനിത് പറയണത്. ഇത് അല്ലേ, നമുക്കൊരു തൊടുമ്പുള്ള ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാം. ടച്ച് ആൻഡ് ഫീൽ എന്നുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു മൽ കോട്ടൺ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ആൺകുട്ടികളുടെ ഷർട്ടും കൂടി ഇറക്കേണ്ടതായിരുന്നു. ഷർട്ട് നമുക്ക് വരുന്നുണ്ട്. ഞാൻ പറയുമ്പോഴേക്കും ഇതേ സാധനം കൂടെ റെഡിയാണ്. പ്രൊഡക്ഷനിലാണ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ തന്നെ ആൺകുട്ടികൾക്കും വരുന്നുണ്ട്. അപ്പൊ അത് പ്രൊഡക്ഷനിലാണെന്നാ പറയുന്നത്. അപ്പൊ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ന്യൂ ബോൺ ബേബീസിനുള്ള ഉടുപ്പുകൾ കേട്ടോ. നല്ല ക്യൂട്ട് ആയിട്ടുള്ളത്. ഇത് ഇങ്ങനെ കെട്ടുന്ന മോഡലാണ് വരുന്നത്. കെട്ടുടുപ്പ് അല്ലേ. കെട്ടുടുപ്പ് മോഡലാണ്. ഇതാ നല്ല ഭംഗിയുണ്ട് അല്ലേ കെട്ടുടുപ്പ്. അതിൽ ആ ഒരു ഇതൊക്കെ വന്നിക്കണുണ്ടോ, ഫ്ലവേഴ്സൊക്കെ വന്നിക്കണുണ്ടോ. ഭംഗിയുള്ളത് കൊണ്ടാണ് എടുത്തെടുത്ത് പറയണത് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. അതുപോലെ ഇതും ആ ഒരു കെട്ട് തന്നെ കണ്ടോ. ഇതിൻ്റെ എന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ മുകളിൽ ഒരു ടോപ്പ് ഇട്ടിട്ട് ഇത് കുറച്ച് അടിയിലേക്കാട്ടോ പാവാടയൊക്കെ. ഇതെൻ്റെ ബുദ്ധിയിൽ ഞാൻ പറഞ്ഞതാട്ടാ. അത് റീറ്റെയിൽക്കാർക്കുള്ളതാണ്. നമ്മൾ കച്ചവടക്കാരാകുമ്പോൾ ആ ബുദ്ധി നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത്, അല്ലെങ്കിൽ പിന്നെ കച്ചവടം നടക്കൂല. അടുത്തത് മേടിക്കാൻ വരണ്ടേ. ഇതെല്ലാം കെട്ടുടുപ്പ് മോഡലാണ് വരുന്നത്. തട്ടായിട്ട് അതും കോട്ടൻ്റെ അല്ലേ. ഈ കോട്ടൺ എന്ന് പറയുമ്പോൾ കോട്ടണിൽ തന്നെ ഒരുപാട് കോട്ടൻ്റെ ഫാബ്രിക്സ് വരുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഒക്കെ വെള്ള, പക്ഷെ മെറ്റീരിയൽ അല്ലേ ഡിഫറെൻ്റ് ആയിട്ട് വരും കോട്ടണിൽ തന്നെ കേട്ടോ. അത് എടുത്ത് പറയുകയാണ്. പിന്നെ ഇത് ആൺകുട്ടികളുടെ ആണ് അല്ലേ വരുന്നത്. ഇത് പെൺകുട്ടികളുടെ തന്നെയാണ്. നമ്മൾ ബോക്സ് ഐറ്റം അല്ലാതെ ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഐറ്റംസിന്റെ കളക്ഷൻ ആണ് അത്. ഓക്കെ,
അപ്പൊ നേരത്തെ കാണിച്ച കുറച്ച് പ്രീമിയം ആയിട്ടുള്ളത് അതാണ് നമുക്ക് ബോക്സ് ആയിട്ട് നമ്മൾ മുമ്പേ കാണിച്ചത്. ഓക്കെ. ഇതാകുമ്പോ നമുക്ക് നോർമൽ ഇങ്ങനത്തെ പാക്കിങ്ങിൽ വരുന്നത്. ഇങ്ങനത്തെ പാക്കിങ്ങിലാണ്. ഇതും 16 തൊട്ട് 32 സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ട്. ഓക്കെ, ഇതിവിടെ വെക്കാം അല്ലേ? അപ്പൊ അതിന്റെ കുറച്ച് കളക്ഷൻസ് ആണ് ഇപ്പൊ ഈ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ടിഷ്യൂ മോഡൽ ഇപ്പൊ കൂടുതൽ നമുക്ക് ഇതൊക്കെയാണ് എൻക്വയറീസ് വരുന്നത്. വിഷു ഒക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ. ഓക്കെ. പിന്നെ എപ്പോഴും ഇങ്ങനെ വൈറ്റ് കൂടുതൽ എപ്പോഴും പോകുന്നുണ്ട് അവർക്ക്. ഇതിപ്പോ ഫംഗ്ഷൻ തന്നെയല്ല, ഇപ്പൊ ഒരു ഡാൻസ് പരിപാടി ആയാലോ അല്ലേ? അതെ, സ്കൂളിലെ പരിപാടികളാണേലും കലോത്സവമൊക്കെ വരുമ്പോൾ അതിന് നമുക്ക് ഉത്സവം അതിന് എല്ലാത്തിനും ഒക്കെ കൂടുതൽ ഇങ്ങനത്തെ ഒരു വെയറാണ് കൂടുതൽ വരുന്നത് കേട്ടോ. ഇതിപ്പോൾ കളർഫുൾ ആയിട്ട് ആണെങ്കിൽ കളർഫുൾ ഒരു ഒറ്റ സിംഗിൾ ഷെയ്ഡിൽ വരുന്നത്. ഇത് നമുക്ക് ടിഷ്യൂ ഉണ്ട്, കോട്ടനും ഉണ്ട്. ഇത് ടിഷ്യൂ, ഇതാണെങ്കിൽ നമുക്ക് കോട്ടൺ. ഇതിലാകുമ്പോൾ ഫ്ലീറ്റിന്റെ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ടല്ലേ? അത് കണ്ടാലറിയാം. അതെ, അത് ഫ്ലീറ്റ്സ് തന്നെ ഉണ്ട്, ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. ഒരു പാവാട ഒന്ന് എടുത്ത ഇവിടെ അതിന്റെ ഒരു പാവാട ഒരു ഫീലിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ്. ഇത് ഒരു പ്രീമിയം, ഇത് എന്നാൽ നോർമൽ പാക്കിങ്ങിലുള്ളത്. പക്ഷെ രണ്ടിൻ്റെയും ക്വാളിറ്റിക്ക് മാറ്റമില്ല. ആ ഒരു ഫ്ലീറ്റിന് ചെറിയ മാറ്റങ്ങൾ, തേപ്പിൻ്റെ മാറ്റം വരുന്ന അത്രയേ ഉള്ളൂ. വേറെ എനിക്ക് വ്യത്യാസമൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇത് മുമ്പേ നമ്മൾ കണ്ടതെല്ലാം ക്രോപ്പ് ടോപ്പ് ആയിരുന്നു. ഇത് പാവാട, പട്ടുപാവാട മോഡലാണ് വരുന്നത്. കുറച്ച് ഇറക്കുള്ള ബ്ലൗസ്. ഓക്കെ ഓക്കെ. അങ്ങനെ. അപ്പൊ ഇറക്കുള്ളതും ഇറക്കമില്ലാത്തതും ഉണ്ട് അല്ലേ? ഇതെല്ലാം ക്രോപ്പ് ടോപ്പ് ആയിട്ടാണ് വരുന്നത്. ക്രോപ്പ് ടോപ്പിലും ഇറക്കുള്ളതും വരുന്നുണ്ട്. അത് കലംകാരി സ്റ്റൈലിൽ ഇങ്ങനെയായിരിക്കും ലുക്ക് വരുന്നത്. പിന്നെ ഈ ഒരു ലുക്ക് ഇങ്ങനെ പിടിച്ചേ കണ്ടോ? ഇത് ആകുമ്പോൾ നമുക്ക് കോപ്പർ പിങ്ക് സാരി, ഇത് ത്രെഡ് വർക്കിൽ. അപ്പോൾ ചൂസ് ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി എന്തെടുക്കണം, എന്ത് നിങ്ങളുടെ കടയിലേക്ക് വെക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി അല്ലേ? നമ്മുടെ ഷോപ്പൊക്കെ എത്ര മണിക്ക് തൊട്ട് എത്ര മണി വരെയാ? നമ്മൾ 9:30-ക്കാണ് ഓപ്പണിംഗ്. എത്ര മണി വരെ? 7 മണി വരെ ഉണ്ട്. സീസൺ ടൈമിലാണെങ്കിൽ നമ്മൾ പറയണ്ട, 9, 9:30, 10 വരെയൊക്കെ ഉണ്ട്. അത് പറയണ്ട. സീസൺ ടൈം കസ്റ്റമർ പോകുമ്പോഴാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. അതെ, അതാണ്. അപ്പോൾ വരാനും ബുദ്ധിമുട്ടില്ല. നമ്മുടെ എറണാകുളം മാർക്കറ്റിലാണ്. കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറയാം കേട്ടോ. എന്തായാലും ഇത് സിമ്പിളാണ്, വേറെ ഒരു വർക്കും ഇല്ല. ഏറ്റവും ഫസ്റ്റത്തെ കേരള ട്രഡീഷണൽ ടിഷ്യൂലാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെല്ലാം നെക്കും അതൊക്കെ നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്യും. നെക്ക് മാത്രം ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി. ആ നെക്ക് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ കുറെ മോഡൽസ് വരുന്നുണ്ട് കേട്ടോ നെക്കിൻ്റെ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് വേറെ വെറൈറ്റി കാണാം. ഈ പ്രാവശ്യം വെറൈറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് വിഷുവിന് അങ്ങോട്ട് ഞാൻ വന്നത്. വിഷു ഒരു കൊല്ലായില്ലേ? ഒരു കൊല്ലം എങ്ങനെ പോയി എന്ന് പോലും അറിയില്ല കേട്ടോ. എന്തായാലും ഒരു കൊല്ലത്തിന്റെ മാറ്റം തന്നെ എനിക്ക് കാണാനുണ്ട് ഇവിടെ. നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വിഷുവിൻ്റെ ഇവരുടെ ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓണത്തിനാണ് അടുത്ത ട്രെൻഡ് ഇറക്കാം ഇവര് അല്ലേ? ഓണത്തിന് അടുത്ത ട്രെൻഡ് വരും. ഇത് ഓക്കെ. ഇതൊക്കെ ട്രഡീഷണൽ ആ ഒരു രീതിയിലുള്ള നമുക്ക് സ്കേർട്ടിൽ. ഇനി നമുക്ക് ബോയ്സിൻ്റെ കുറച്ച് പിടിക്കാം അല്ല? ബോയ്സിൻ്റെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഇതൊക്കെ മൂന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്ത് ചോദിക്കുന്നത്. ഇതൊക്കെ ഷർട്ടും മുണ്ടും സെറ്റായിട്ടാണ് വരുന്നത്. അതങ്ങനെ തന്നെ എടുക്കണം. അതിന് ഒരു മാറ്റവും ഇല്ല. പിന്നെ ഷർട്ട് എന്ന് പറയുമ്പോൾ വെറും ഷർട്ടല്ല, ഹാഫ് ആൻഡ് ഹാഫ്. അതുപോലെ തന്നെ അതിലേക്ക് പറ്റിയ മുണ്ട്. പിന്നെ ഫ്രണ്ട് മാത്രമല്ല, തിരിയുമ്പോൾ ഒരു ബാക്ക് ലുക്കും കൂടി കാണണ്ട നമുക്ക് കേട്ടോ. ഇത് കുറച്ച് പ്രീമിയം സൈഡിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇതെല്ലാം നമ്മുടെ പ്രിൻസിന്റെ ബ്രാൻഡ് ഐറ്റം തന്നെയാണ് വരുന്നത്. എല്ലാം നമ്മൾ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽ ഇത് ബോക്സ് പാക്കിംഗ്. ഇത് ബോക്സ് പാക്കിംഗ് അല്ല, നമുക്ക് കവർ പാക്കിംഗ് തന്നെയാണ്. പക്ഷേ ബ്രാൻഡ് ഐറ്റം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടെ ഇരിക്കുന്നതൊക്കെ ഞങ്ങളുടെ ബ്രാൻഡാണ്. ബാക്കി ഒന്നും പറയാൻ പ്രൊഡക്ഷനാണ്. അതെ, അതിന് ക്വാളിറ്റിനെ കുറിച്ച് ഇനി ഒന്നും പറയാനില്ല. അതെ, ഇത് നോക്കിയേ, ഇതൊരു മോഡൽ. നമുക്ക് ഇത് ഫുൾ അജ്രക്ക് വരുന്നതാണ്. ബാക്കും ഫ്രണ്ടും അത് തന്നെയാണ് കേട്ടോ വരുന്നത്. നേരത്തെ ഹാഫ് ആൻഡ് ഹാഫ് ഷർട്ട് നമ്മൾ കണ്ടില്ലേ? ഇത് നോക്കുകയാണെങ്കിൽ ഇതും ആ ഒരു മുണ്ടിൽ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളത് പക്ക കോട്ടൻ്റെ മെറ്റീരിയൽ. ഇതിപ്പോൾ നമുക്ക് എത്ര പീസ് ചോദിച്ചാലും നമുക്ക് തരാൻ പറ്റും. ഇത് നമുക്ക് 1 to 10 ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. 1 തൊട്ട് 10 വരെയുള്ള ഏജിന് പറ്റിയത്. അപ്പോൾ 1 to 5 ആണ് ഒരു സെറ്റായിട്ട് വരുന്നത്. പിന്നെ 6 to 10. ഓക്കെ. ഇതൊക്കെ നല്ല കോട്ടണിൽ ചെയ്തിട്ടുള്ള വർക്കാട്ടോ. ഇപ്പം ഇങ്ങനെ വേണ്ട, നിങ്ങൾക്ക് മറ്റേ ട്രഡീഷണൽ വേണമെന്ന് വെച്ചാൽ അതും ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആൺകുട്ടികളുടെ കളക്ഷൻസ് പെട്ടെന്ന് കാണിക്കുകയാണ് കേട്ടോ. ഇതിലിപ്പോൾ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ ഡിഫറെൻറ്റ്, അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. വർക്ക് വരും, വർക്ക് വരുന്നത്. ഇത് ബാക്കും അത് തന്നെ കേട്ടോ, സെയിം ഹാഫ് ആൻഡ് ഹാഫ്. പിന്നെ പാച്ച് വർക്ക് വന്നിട്ടുള്ളത്. മുണ്ടോ ഒക്കെ എങ്ങനെയാണ്? വെൽക്രോ ധോത്തിയാണോ അല്ലെങ്കിൽ മറ്റേ? അതെ, വെൽക്രോ ആണ്. അതെ, എല്ലാതും അങ്ങനെ കുട്ടികളായതുകൊണ്ട് കേട്ടോ. പിന്നെ വലിയവർക്കുള്ളത് ഇവിടെ കിട്ടൂല. അപ്പോൾ പിന്നെ വെൽക്രോൻ്റെ കാര്യം ചിന്തിക്കാൻ വേണ്ട. മുണ്ട് നമ്മൾ കുട്ടികളാണ് മെയിനായിട്ട് അല്ലേ? ഇത് ടിഷ്യൂ വരുന്നതാണ്. നോർമൽ നമുക്ക് ഒന്നും വർക്കൊന്നും വേണ്ട. നമ്മുടെ കേരള ട്രഡീഷണൽ പറയുകയാണെങ്കിൽ കൊണ്ടൊക്കെ അത്
ഇത് കോപ്പറിൽ വരുന്നൊരു കോപ്പർ, അതുപോലെ തന്നെ ഗോൾഡിലുണ്ട്, കോപ്പറിലുണ്ട്, കലംകാരിയിലുണ്ട്. അത് മുണ്ട് കളിച്ചിട്ട് ഇതാ ഇങ്ങനെയായിരിക്കും ലുക്ക് വരുന്നത്. ഇതെല്ലാം ഷർട്ടും മുണ്ട് സെറ്റായിട്ടാണ് വരുന്നത് അല്ലേ? ഓക്കെ. ഇത് സെറ്റ് 4 സെറ്റ് ആയിരിക്കും അല്ലേ എടുക്കേണ്ടത്? അല്ല, നമുക്ക് ഒരു സെറ്റായിട്ട് എടുക്കാം. ഒരു സെറ്റ് അല്ല, ഒരു സെറ്റ് മീൻസ് എത്ര? 4 പീസ് അല്ലേ? 5 പീസ്. 5 പീസ് 5 സൈസിലാണ് വരുന്നത്. ഓക്കെ, ഞാനത് എടുത്ത് ക്ലിയർ ആയിട്ട് ചോദിക്കാം. കാരണം അത് ഈ വിഷു, ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ എന്നല്ല, അത്യാവശ്യം വലിയ ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് ഓരോരോ പുതിയ ബിസിനസ് വുമൺ അല്ലെങ്കിൽ ബിസിനസ് മാൻ ഡെവലപ്പ് ആവണത്. അപ്പോൾ അവർക്കുള്ള പുതിയ അറിവിന് വേണ്ടിയിട്ടാണ് ഈ എടുത്ത് ചോദിക്കുന്നത്. ബാക്കി കച്ചവടക്കാർക്ക് അവർക്ക് അറിയാം എങ്ങനെയാണ് ഡീലീസ്. അപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യണവർക്കും നിങ്ങൾക്ക് നേരിട്ട് വരാം, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. എത്ര പീസ് വെക്കണം, ഓൺലൈനിലായാലും സെയിൽ നടത്തുന്നവർക്കായാലും നേരിട്ട് വരാം അല്ലേ? നേരിട്ട് വരാം. വാട്സപ്പ് ഓർഡർ ഉണ്ട്. പിന്നെ എന്ത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് രീതിയിൽ എന്ത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവർ ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അതിൻ്റെ ടിപ്സ് കാര്യങ്ങളൊക്കെ നമ്മളിവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഇല്ലേ? പറഞ്ഞു കൊടുക്കില്ലേ? പറഞ്ഞു കൊടുക്കും. അതുപോലെ ഏത് ഏരിയയിൽ ഏത് മോഡൽ വെക്കണം. ഇത് പിന്നെ ഏരിയ വൈസ് നോക്കിയിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാ ഏരിയയിലും കേരളത്തിൽ മൊത്തം ഇത് പോകുന്ന ഒരു മോഡലാണ് അല്ലേ? ആ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. അങ്ങനെ ഫുൾ അജ്രക്ക് വരുന്നതാണ്. അജ്രക്കിൻ്റെ. ഓക്കെ. അപ്പോൾ ഇതിവിടെയും ഇരിക്കുന്നത് കുറേയൊക്കെ നമ്മൾ ഷർട്ട് ഇതൊക്കെ തന്നെയാണല്ലോ. അതെ, ഇതെല്ലാം ഷർട്ട് മുണ്ട് സെറ്റാണ് വരുന്നത്. അതിന്റെ ഡിസൈൻസ് ആണ്. ഓക്കെ. ഇപ്പൊ ഫുൾ അജ്രക്ക് ആണെങ്കിൽ ഇത് ഹാഫ് അജ്രക്ക്. ഇവിടെ ലൈൻ ഇല്ലാത്ത മോഡൽസ്. അല്ല, ഇതിലിപ്പോ എല്ലാത്തിലും ഞാൻ കാണുന്നത് ഒക്കെക്ക് മുണ്ടുണ്ട്. അപ്പൊ ഈ ഷർട്ട് മാത്രമായിട്ടുള്ള അങ്ങനെ ഉണ്ടോ? അത് ഇതിലില്ല, പക്ഷെ നമുക്ക് വേറെ മോഡലിലുണ്ട് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് കോംബോ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കോംബോ മോഡൽ. ഇതിൽ ഷർട്ടും അതുപോലെ തന്നെ മുണ്ടിന്റെ കോംബോ ഇതാ. ഹാഫിലും ഉണ്ട്, ഫുള്ളിലും ഉണ്ട്, ബാക്കിൽ പാച്ച് വർക്ക് വരുന്നതുണ്ട്. ഇങ്ങനെ ഒരു മോഡൽ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലിങ് ഇനി ഞാൻ പറയുന്നില്ല, ഇതിവിടെ നിൽക്കട്ടെ. ഇത് കൂടാണ്ട് നമുക്ക് മുണ്ട് മാത്രമായിട്ട് കിട്ടൂലേ? ഇത് മുണ്ട് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഈ മുണ്ട് മാത്രം എന്ന് പറയുമ്പോൾ എത്ര പീസായിരിക്കും? ഇത് 125 ഒരു സെറ്റ് വരും. ഇതിൻ്റെ ഒരു പാക്ക് എടുത്തേ. 1 to 5ന്റെ ഒരു പാക്ക്. അതിൽ 5 പീസ് കാണും. പിന്നെ 6 to 10, പിന്നെ 11 to 15 വരെ. എല്ലാം 5 പീസിന്റെ ഓരോരോ സെറ്റാണ്. അപ്പൊ എല്ലാതും നമ്മൾ നമ്മുടെ കടയിൽ മേടിച്ച് വെക്കണം. ഈ സമയത്ത് എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെയായിരിക്കും സെറ്റ് വരുന്നത്. ഇതിൽ 5 പീസ് ഉണ്ട്. പറയോ അല്ലേ? കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒതുങ്ങിയിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു നേരത്തെ പോയി ആ ഒരു ബണ്ടൽ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തോരം ഐറ്റംസ് അതിൽ കയറിയിട്ടുണ്ടാവില്ലല്ലേ? അത്രയും സെയിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ. ഇതാ ഇങ്ങനത്തെ ഇതൊക്കെ ഡിഫറെൻറ്റ് ഈ പ്രിന്റൊക്കെ ഒന്ന് നോക്കി. ഇതൊക്കെ ഡിഫറെൻറ്റ് പ്രിന്റുകളാണ് കേട്ടോ വരുന്നത്. കസവില് ഒക്കെ മുണ്ട് തന്നെ സംഭവം. നമുക്ക് മുണ്ട് ടിഷ്യൂവിലും ഉണ്ട്, കോട്ടണിലും ഉണ്ട്. ഓക്കെ. കോട്ടൺ, ടിഷ്യൂ രണ്ടിലും. പക്ഷേ കസുവിൻ്റെയിലും ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇനി കസു മാത്രമായിട്ട് വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് മുണ്ടിൻ്റെ 3 സെറ്റായിട്ടാണ്. ഇഷ്ടമുള്ളത് ഏത് സെറ്റ് വേണമെങ്കിലും മേടിക്കാം. ഇനി മുണ്ട് വേണ്ട, നമുക്ക് ഷർട്ട് മാത്രമായിട്ട് വേണമെന്ന് പറയണവർക്കാണെങ്കിൽ ഷർട്ടും ഉണ്ട്. ഇവിടെ പ്രിന്റ് ചേഞ്ച് ആയിട്ട് ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒരു 10-50 ഡിസൈൻസ് തന്നെ ഈ ഒരു പാച്ച് വർക്കിൽ വന്നിരുന്നു. ഇപ്പൊ ഇത് ഒരു പാച്ച് വർക്ക് നമ്മൾ കാണിച്ചു തന്നു മാത്രം. ഇത് കൂടാണ്ട് നമുക്ക് ഇതിപ്പോ നേരത്തെ പറഞ്ഞില്ലേ പാല് കാച്ചല്, ഫംഗ്ഷൻ, ഉത്സവം, അതിനൊക്കെ പറ്റിയിട്ടുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 365 ഡേയ്സ് ഇവർക്ക് പ്രൊഡക്ഷനും നടക്കുന്നുണ്ട്, 365 ഡേയ്സ് ഇവർക്ക് സെയിൽസും നടക്കുന്നുണ്ട്. അതാണ് ഇത് ഷർട്ട് ടൈപ്പ്. നേരത്തെ കുർത്തയായിരുന്നു, ഇത് ഷർട്ട് ആയിട്ട് സിൽക്ക് പ്രിന്റ് വരുന്നുണ്ട്. ചെറിയൊരു പ്രിന്റ് ഉണ്ട്. അത് അത്ര എടുത്ത് കാണിക്കില്ല, പക്ഷെ ഉണ്ട്. സിൽക്കിൻ്റെ ഇത് കുർത്ത അല്ല, ഇത് ഷർട്ട് തന്നെയാണ് സിൽക്കിൻ്റെ. ഇത് പ്ലെയിൻ. നേരത്തെ പ്രിന്റ് ആയിരുന്നു, ഇത് പ്ലെയിനില്. പിന്നെ ഇത് ഷർട്ട് മാത്രമായിട്ട്. മുമ്പേ നമ്മൾ ഷർട്ടും മുണ്ട് സെറ്റായിരുന്നു. ഇപ്പോൾ ഇത് ഷർട്ട് മാത്രമായിട്ട് വേണ്ട. പോക്കറ്റ് ഇട്ടാ കാശും വെക്കാൻ കുട്ടികൾക്ക്. ഇതാ ഇത് ഈ ഒരു ഡിസൈൻ കുറേ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. വാട്സപ്പ് കോൾ ചെയ്തിട്ടായാലും നിങ്ങൾക്ക് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അടിപൊളിയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ടയേർഡായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടയേർഡായി. കാരണം ഇനിയും കാണിക്കാൻ കുറേ ഉണ്ട്. ഇത് കാണിച്ച് തീരുമില്ല. അത്രയും കളക്ഷൻസ് ഉണ്ട്. ഇത് ആസ് യൂഷ്വൽ നമ്മുടെ ഭയങ്കര അല്ലേ? ഇത് കൂടെ മുണ്ട് വേറെ സെപ്പറേറ്റ് ഉണ്ട്. അത് വേണമെങ്കിൽ അത് മേടിക്കാം, ഇത് വേണമെങ്കിൽ ഇത് മേടിക്കാം. എങ്ങനെ വേണേ ചൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ മോഡൽസുകൾ, ഡിസൈൻസുകൾ ഇഷ്ടം പോലെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. എങ്ങനെയാണ് നമ്മുടെ പേര്? ഞാൻ മറന്നു കേട്ടോ. സോണിയ കുട്ടി വാ. ഓക്കെ. ഇനി നമ്മുടെ കടേനെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ?
നിങ്ങളിവിടെ കുറേ നാളായില്ലേ നിൽക്കണു. എന്താണ് പുതിയത് വലുതും വെറൈറ്റീസ്? ഇപ്പം ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും നിങ്ങളിപ്പോൾ ഇത്ര നാളെ ഇവിടെ കടയിൽ നിൽക്കണു, എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് തോന്നിയില്ല? പുതിയ വെറൈറ്റി ആയിട്ട് ഐറ്റംസ് കൂടുതൽ വന്നിട്ടുണ്ട്. ഇനി വരാനിരിക്കണു. പുതിയ പുതിയ മോഡേൺസ് ഞങ്ങൾ ഇറക്കുന്നുണ്ട്. അങ്ങനെ പുതിയ ട്രെൻഡായിട്ട് ഞങ്ങൾ ട്രെൻഡിനൊപ്പം വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് പ്രിൻസ് പട്ട് പാവാട. ഇനി നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞേ. ഇത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മാർക്കറ്റ് റോഡിലാണ്. ക്ലോത്ത് ബസാർ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഒരു 2 മിനിറ്റ് നടന്ന് നമ്മുടെ ഷോപ്പ് എത്തും. ഈ മോഡേൺ ഗസ്റ്റ് ഹൗസിന്റെ അടുത്തായിട്ടാണ്. കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ മേനക ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് ക്ലോത്ത് ബസാർ ജംഗ്ഷൻ ചോദിക്കുക. ജംഗ്ഷൻ്റെ അവിടെ നിന്നാൽ തന്നെ നമുക്ക് ഈ ഒരു ബിൽഡിംഗ് കാണാം. ഈ ഒരു കോംപ്ലക്സിൻ്റെ പിന്നെ CM അബ്ദുള്ള കോംപ്ലക്സ്. CM അബ്ദുള്ള കോംപ്ലക്സ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ഫുൾ പ്രിൻസ് പട്ട് പാവാട. കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ മോഡേൺ ഗസ്റ്റ് ഹൗസ് ആണ് തൊട്ടപ്പുറത്ത്. അത് പറഞ്ഞാലും എല്ലാവർക്കും അറിയാം. അതൊന്നും പറയണ്ട, പ്രിൻസ് പട്ട് പാവാട മാത്രം പറഞ്ഞാൽ മതി. അത് മാർക്കറ്റിൽ വേറെ ആർക്കും ഇല്ല. അത് നമ്മൾ കൊണ്ടുപോയി, നമ്മൾ ആ ട്രെൻഡ് കൊണ്ടുപോയി. അപ്പോൾ ഇതാണ്. അപ്പോൾ ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്. നേരിട്ട് വരാം. ബാക്കി ഡീറ്റെയിൽസ് കൂടുതൽ അറിയാനായിട്ട് വാട്സപ്പ് വിളിച്ച് ചോദിക്കുക. സ്ക്രീനിൽ നമ്പർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ വരെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.